ഹായ് ഓൾ, ഗുഡ് ആഫ്റ്റർനൂൺ. വിംബിൾ അക്കാഡമിയുടെ റെമഡിയൽ ക്ലബിന്റെ ഭാഗമായി നടത്തിവരുന്ന പാരന്റിംഗ് വെബിനാർ സീരീസിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് റഹ്മത്ത് മനാഫ്. ഞാൻ LD റെമഡിയൽ കോർഡിനേറ്റർ ആണ് വിംബിളിന്റെ. ഇന്നത്തെ ടോപ്പിക്ക് പോസിറ്റീവ് പാരന്റിംഗ് ആണ്. ക്ലാസ് എടുക്കുന്നത് നമ്മുടെ സൈന മാം ആണ്. ആള് സൈക്കോളജിക്കൽ കൗൺസിലറും റെമഡിയൽ ട്രെയിനറും ആണ്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് പങ്കുചേർന്ന എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യും. ക്ലാസ് എടുക്കുന്നതിനായി സൈന മാമിനെ സ്വാഗതം ചെയ്യുന്നു കേട്ടോ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ എവരിബഡി. എല്ലാവർക്കും ഓഡിയബിൾ അല്ലേ? ക്ലാസ് വീഡിയോബിളും അല്ലേ? ഇന്ന് ഇവിടെ എനിക്ക് ഈ ക്ലാസ് എടുക്കാൻ അവസരം ഉണ്ടായി തന്ന വിംബിൾ അക്കാഡമിയുടെ ഡയറക്ടർ നമ്മുടെ ഫൈസൽ സാറിന്, അതുപോലെ തന്നെ റെമഡിയൽ ട്രെയിനറും ഒക്കെ ആയ ഷെജില മാമിനും എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇന്നിവിടെ എൻ്റെ ടോപ്പിക്ക് പോസിറ്റീവ് പാരന്റിങ്ങിനെ കുറിച്ചിട്ടാണ്. എന്താണ് പോസിറ്റീവ് പാരന്റിംഗ് എന്ന് എല്ലാവർക്കും അറിയാം അല്ലെ? നമ്മളെല്ലാവരും പാരന്റ് ആണ്. അപ്പൊ ഓരോ പാരന്റും അറിഞ്ഞിരിക്കേണ്ട ഓരോ കർമ്മങ്ങളും അവരുടെ കർത്തവ്യങ്ങളും എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടുപോകുന്ന ഒരു ഘടകമാണ്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്താണോ നമ്മൾ ഓരോ പാരന്റും ഇന്നലെ വരെ ചെയ്തിരുന്നത് എന്താണോ, ചിലപ്പോ ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. ചിലപ്പോ നമുക്ക് ആരുടെയെങ്കിലും അടുത്ത് നിന്നിട്ട് കൂടുതൽ അറിവുകൾ എവിടെ നിന്നാണോ കിട്ടുന്നത് അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ഉറവിടം തേടിയിട്ട് നമ്മൾക്ക് എത്തിപ്പെടാറുണ്ട്. അപ്പൊ നമ്മൾ ചിലപ്പോ അവിടെ നിന്നായിരിക്കും കുറച്ചും കൂടി അറിവുകൾ കിട്ടുന്നത്. അപ്പൊ ആ അറിവുകളെല്ലാം കൂടി ശേഖരിച്ചിട്ടാണ് നമ്മളത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കൊണ്ടുപോകുന്നത് അല്ലെ? അപ്പൊ അങ്ങനെ പ്രാവർത്തികമാക്കുമ്പോൾ നമ്മൾ അത് ശരിയാണെങ്കിലും തെറ്റായാലും തെറ്റിനെ നീക്കി നിർത്തി ഇന്നലെ അറിഞ്ഞ അറിവുകളിലെ നല്ല അറിവുകൾ മാത്രം നമ്മൾ ശേഖരിച്ച് നമ്മുടെ കുട്ടികളിലൂടെ ആ നല്ല അറിവിനെ മാത്രം അവർക്ക് ചെയ്തു കൊടുത്തും പഠിപ്പിച്ചു കൊടുത്തും അതുപോലെ അവരുടെ കൂടെ പ്രവർത്തിച്ചും നമ്മൾ കൊണ്ടുപോകും. അങ്ങനെ വരുമ്പോഴാണ് നമ്മളൊരു പോസിറ്റീവ് പാരന്റിങ്ങിന്റെ ഒരു ധർമ്മത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത് അല്ലെ? അപ്പൊ പോസിറ്റീവ് പാരന്റിങ്ങിൽ നമ്മൾ രണ്ടു തരത്തിലുണ്ട് സൈക്കോളജിയിൽ. ഒന്ന് കോൺഷ്യസ് പാരന്റിങ്, പോസിറ്റീവ്. അപ്പൊ നമുക്ക് പോസിറ്റീവ് പാരന്റിനെ കുറിച്ച് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. നമുക്ക് നമ്മുടെ കുട്ടിയോട് എപ്പോഴും സ്നേഹം അല്ലെ, ലവ്, അത് മാത്രമേ നമുക്ക് മനസ്സിലുള്ളൂ. നമുക്ക് അവരോട് ഒരിക്കലും നമുക്കൊരു വെറുപ്പോ അല്ലെങ്കിൽ വൈരാഗ്യ വിദ്വേഷമോ നമ്മുടെ ആരുടെയും മനസ്സിലില്ല. നമ്മൾക്ക് ഇന്നലെ എങ്ങനെയാണോ കുട്ടികളെ സ്നേഹിച്ചത് അല്ലെ, അതിനേക്കാളും ഉപരിയായിട്ട് ഇന്ന് കുറച്ചും കൂടി കൂടുതൽ സ്നേഹം നമ്മൾക്ക് എങ്ങനെയാണോ ഒരു രക്ഷകർത്താവിന് കുട്ടികൾ കൊടുക്കാൻ പറ്റുന്നത് ആ ഒരു ഇടം അല്ലെ, അതാണ് നമ്മൾ ഇന്നും എപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് എത്രയും കൂടുതൽ സ്നേഹം കൊടുക്കാൻ പറ്റുന്നുവോ അത്രത്തോളം സ്നേഹം നമ്മൾക്ക് കുട്ടികളെ കൊടുക്കണം എന്നൊരു ആശങ്ക നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ അതിന് നമ്മളും കൂടി തയ്യാറായിരിക്കണം. അപ്പൊ നമുക്ക് ആ ഒരു ആഗ്രഹം. പക്ഷെ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഈ എപ്പോഴും സംഭവിക്കാറില്ല. ചില സമയങ്ങളിൽ നമ്മൾക്കത് ഈ ബുദ്ധിമുട്ട് നമ്മളിൽ നിന്ന് കൈവിട്ടു പോകും അല്ലെ? അങ്ങനെയുള്ള സന്ദർഭം നമ്മുടെ കയ്യിൽ നിന്ന് ഇത് കൈവിട്ടു പോകുന്ന ഒരു സമയത്താണ് നമുക്ക് പോസിറ്റീവ് പാരന്റിങ്ങിന്റെ കൺസെപ്റ്റിന്റെ ആവശ്യം നമുക്ക് വരുന്നതും. അപ്പൊ കുട്ടികളിൽ ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിലുള്ള ഒരു പേരന്റ് ആയിട്ട് മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് എല്ലാവരോടും പറയായിരുന്നത്. കുട്ടികൾ പല രീതിയിലുള്ള കുട്ടികൾ അല്ലെ, പല സ്വീകരമായ ശീലം വളർത്തുന്ന പേരന്റായ നമുക്ക് എല്ലാവർക്കും വ്യക്തികൾക്കും കഴിഞ്ഞിരിക്കണം. ഓരോ കുട്ടികൾക്ക് എന്തൊക്കെയാണോ ശീലം നമുക്ക് ഓരോ നമ്മുടെ കുട്ടികളിൽ എന്തൊക്കെ സ്വഭാവങ്ങളുണ്ട്, അവർ ഏതിനൊക്കെ അഡിക്റ്റ് ആണ്, അല്ലെങ്കിൽ അവരുടേതായ ഒരു ഇഷ്ടാനിഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മാത്രമേ അറിഞ്ഞുള്ളൂ നമ്മുടെ കുട്ടികളുടെ. അപ്പൊ അതൊക്കെ മാറ്റിയെടുക്കുന്നതൊക്കെ അതിന് തുല്യ ലെവലിൽ കൊണ്ടുപോകുന്നതിനും ഒരു കർത്തവ്യം നമ്മളിൽ തന്നെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കുറച്ച് ചില സമയങ്ങളിൽ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അപ്പൊ കുട്ടികൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ചേഞ്ച് വരുത്തി, അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ചേഞ്ച് വരുത്തി, അങ്ങനെ ഓരോ ട്രയൽ ചെയ്തു കൂടി അവർക്ക് ഓരോ മാറ്റങ്ങൾ വരുത്തി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും.
നമ്മൾ കുട്ടികളിൽ എന്തെങ്കിലും ഒരു കുറച്ച് തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ഓടി വന്ന് ചിലപ്പോൾ അവരെ ചീത്ത പറയും, അല്ലെങ്കിൽ അവരെ ഒന്ന് അടിക്കും, അല്ലെങ്കിൽ നമുക്കൊന്ന് നുള്ളു കൊടുക്കും. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിലായാലും നമ്മുടെ വീടുകളിലായാലും നമ്മളെപ്പോഴും കണ്ടുവരാനുള്ളത്. ദേഷ്യപ്പെടും. ഇതൊക്കെ നമ്മുടെ കുട്ടികളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്, അതിലൊരു മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് പറ്റില്ലേ? ഇതിങ്ങ് ചെയ്തത് കൊണ്ട് നമ്മുടെ കുട്ടികളിൽ മാറ്റങ്ങൾ വരുമോ? ഒരിക്കലില്ല. അത് കുറച്ചു നേരത്തൊക്കെ മാത്രമേ അതിൽ നിന്നുണ്ടാവുള്ളൂ. അപ്പൊ ആ ഒരു കാര്യങ്ങൾ നമ്മൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. നമ്മളൊന്ന് തല്ലിയത് കൊണ്ടോ, ഒന്ന് പിച്ചിയത് കൊണ്ടോ, അല്ലെങ്കിൽ നുള്ളിയത് കൊണ്ടോ, ഒരു വടിയെടുത്ത് അടിച്ചത് കൊണ്ടോ ഒന്നും അവരിലൊരു മാറ്റങ്ങൾ വരാനായിട്ട് പോകില്ല. അതിന് പകരം അവരുടെ കൂടെ നമ്മൾ എന്താ ചെയ്യുക? അവർക്ക് ഇഷ്ടപ്പെട്ടത് എന്താണോ കുറച്ച് ഗെയിം കളിച്ച്, അല്ലെങ്കിൽ അവരൊന്ന് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അവരെ സന്തോഷിപ്പിച്ചിട്ട് അവരുടെ കൂടെ നമുക്ക് സ്പെൻഡ് ചെയ്യാം, അല്ലെ? അപ്പൊ അവർക്ക് അതിനോട് കൂടെ നമ്മളും കൂടി ഒന്നായി ചേരുമ്പോൾ ഇതാവും, അല്ലെ? അപ്പൊ അതൊക്കെ കുറേ അവരിലും ചേഞ്ച് നമ്മൾക്കും ചേഞ്ച് വരാനായിട്ട് കുറെ കാരണമാകും. നമ്മ കുട്ടികളോട് ഒരു കാര്യം ചെയ്യണം, ഇന്നത് ചെയ്യണം, അത് കുട്ടിയോട് ഏത് കാര്യം ചെയ്യാന്ന് പറഞ്ഞ അതിന് പകരം അതൊരു പുതിയൊരു കാര്യങ്ങളിലേക്ക് കണ്ടെത്താനായിട്ട് അവരെ പഠിപ്പിച്ചാൽ എന്താ നമുക്ക് ഇന്ന് തന്നെ ചെയ്ത് അത് ഇന്ന് തന്നെ നമ്മൾ അഡിക്റ്റ് ആയിട്ടിരിക്കണ്ട. അപ്പൊ നമുക്ക് അത് മാറ്റിയിട്ട് ഇനി അടുത്തത് പറഞ്ഞ ചെയ്യും, പുതിയതായിട്ടൊരു കാര്യങ്ങൾ ചെയ്യും, എന്നിട്ട് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടണം, അല്ലെ? അപ്പൊ അങ്ങനെ ചെയ്യാനായിട്ട് കുട്ടികളെ കുറച്ചും കൂടി പ്രേരിപ്പിച്ചാൽ അതിനായിട്ട് നമുക്ക് ഇൻവോൾവ് ചെയ്ത് അവരെ അതിന്റെ കൂടെ ഇരുന്ന് ആക്ടിവിറ്റീസ് കൊടുത്തിട്ട് അവരെ പുതിയൊരു ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റും. പിന്നെ നമ്മൾ കുട്ടികൾക്ക് ഗുഡ്, അല്ലെ? ഗുഡ് എന്താ കാര്യങ്ങൾ ചെയ്തോട്ടെ, എന്ത് കാര്യം ചെയ്താലും നമുക്ക് അവർക്കൊരു പോസിറ്റീവായിട്ടൊരു മാർക്ക് കൊടുക്കണ്ടേ? അപ്പൊ പോസിറ്റീവ് മാർക്കിന് പറയുന്ന ഗുഡ്, നമുക്ക് ഗിഫ്റ്റ് ആകാം, അത് അങ്ങനെ. അപ്പൊ ഗിഫ്റ്റ് ആകുമ്പോൾ അതെന്ത് അവര് ചെയ്തു വരുന്ന എന്ത് കാര്യം ആയിക്കോട്ടെ, അത് തെറ്റായാൽ പോലും അവരുടെ കൂടെ ഇരുന്ന് ഹെൽപ്പ് ചെയ്ത് അത് കൂടുതൽ സന്തോഷം ഉണ്ടാക്കുള്ളൂ. അപ്പൊ ആ തെറ്റ് ചെയ്താൽ പോലും അവരുടെ തെറ്റെന്നൊന്നും പറയാതെ അവരുടെ കൂടെ ഇരുന്ന് ആ തെറ്റിനെ തിരുത്താൻ നമ്മൾ ചെയ്യുന്ന ഹെൽപ്പാണ് ഒരു പോസിറ്റീവ് പാരന്റ് ചെയ്യുന്ന നമ്മുടെ ധർമ്മം എന്നുള്ളത്. ഒരു പഠിച്ചു കഴിഞ്ഞാലും ബുക്സ് എല്ലാം എടുത്ത് ചിട്ടായിട്ട് വെച്ചാലും അതൊരു ഗുഡായിട്ട് നമുക്ക് കൊടുത്തൂടെ? അപ്പൊ അതിന്റെ മനസ്സിൽ കിട്ടുന്ന സന്തോഷം അതൊക്കെ ഒന്ന് വേറെയാണ്. പിന്നെ കളിപ്പാട്ടങ്ങളായി അവർ കളിച്ച് അവിടെ ഇവിടെയൊക്കെ വലിച്ചു ഇടും. ചിലപ്പോ നമ്മൾ പറയാം അതൊക്കെ പെറുക്കി എടുത്ത് വെക്കൂ, അതൊക്കെ ചിട്ടായിട്ട് എടുത്ത് വെക്കൂ. അപ്പൊ എത്ര വട്ടം ഇതൊക്കെ നമ്മ ആവർത്തി എന്ന് ആ ഓരോ കാര്യങ്ങൾ പറയുന്നു കുറേ പ്രാവശ്യം നമ്മൾ ചിലപ്പോ കുട്ടികൾ വേദനിപ്പിക്കും, അതിൽ വാക്കുകൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നെഗറ്റീവ് കാര്യങ്ങൾക്കുള്ള ഫീഡ്ബാക്ക് കൊടുക്കാതെ കുട്ടികളിൽ നല്ലത് ചെയ്യാനായിട്ട് അവർക്ക് ഒരു കരുതലായിട്ട് നമ്മൾ എപ്പോഴും കൂടെ ഉണ്ടാകണം. പിന്നെ ഒരു അറ്റൻഷൻ. ആ പേരന്റിന് ഓരോ കോംപ്ലിമെന്റ്സ് കിട്ടാൻ കുട്ടികളിൽ പല കാര്യങ്ങളും നമുക്ക് ചേഞ്ച് വരുത്താനായിട്ട് കഴിയും. കുട്ടി തെറ്റ് ചെയ്തു എന്ന് കഴിഞ്ഞാൽ ആ ഉടൻ തന്നെ കുട്ടിയോട് ചെയ്ത തെറ്റ് എന്താണെന്ന് ചോദിക്കാതെ കുട്ടിയുടെ മനസ്സിൽ റിലാക്സ് ആകാനുള്ള സമയം അതിന് കൊടുക്കുക. തെറ്റിനെ കുറിച്ച് ആ കുട്ടി കുറച്ചും കൂടി പഠിക്കാനുള്ള ആ ഒരു സമയമാണ് നമ്മൾ ആ റിലാക്സിലേക്ക് കൊടുക്കുന്നത്. അപ്പോ അതും കൊടുത്തു കഴിയുമ്പോ അവൻ റിലാക്സ് ആകാൻ എടുത്ത സമയം അവൻ എന്താണ് തെറ്റ് ചെയ്തത് അതിന്റെ മനസ്സിലെ ആഴം മനസ്സിലാക്കി അതിനെ ശരിയായ രീതിയിൽ കൊണ്ടുവരാൻ ആ കുട്ടിക്ക് കഴിയും. അല്ലാതെ നമ്മളൊരു കുട്ടി തെറ്റ് ചെയ്തു എന്ന് വെച്ചിട്ട് അവനെ ഉപദ്രവിക്കാനോ അവനെ സഹായിക്കാനോ ഒന്നും നമ്മൾ നിൽക്കുന്നത് ഉചിതമല്ല. ശരിയും തെറ്റും ഒരു കുട്ടി ശരിയും തെറ്റും പഠിച്ചു തന്നിട്ട് സമയമുണ്ട്. അപ്പൊ നമ്മൾ ശരി എന്താണോ തെറ്റ് എന്താണോ എന്നൊരു കുട്ടിക്ക് അറിയാത്തൊരു കാലത്തിലാണ് അവര് ഈ ഒരു പ്രവൃത്തികൾ ചെയ്തു കൊണ്ടുവരുന്നത്. അപ്പൊ കൂട്ടുകാരുടെ ബോക്സിൽ നിന്ന് അപ്പൊ നമ്മൾ ചെറുപ്പത്തിലായാലും നമ്മുടെ അറിവിലായാലും നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഓരോ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഇപ്പൊ നമുക്ക് ഓർമ്മയില്ലെങ്കിൽ പോലും. അപ്പൊ കൂട്ടുകാരന്റെ ബോക്സിൽ നിന്നായാലും പേനയാണോ പെൻസിലാണോ അങ്ങനെയൊക്കെയുള്ള ഓരോ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്ത് വീട്ടിലെ കൊണ്ടുവരും, അല്ലെ? നമുക്കറിയില്ല എന്താണ് ഇത് ചെയ്തത്, ശരിയാണോ അത് തെറ്റാണോ ഒന്നൊന്നും അറിയില്ല. അപ്പൊ ആ കുട്ടിയോട് നമ്മ ശകാരത്തിനൊന്നും നിൽക്കാതെ അവൻ അടുത്തിരുത്തി ഒന്ന് സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി അവൻ ചെയ്ത തെറ്റിൽ നിന്ന് പിറ്റേ ദിവസം അവൻ ശരിയിലേക്ക് എത്തും. അപ്പൊ അവൻ എന്താണോ ചെയ്ത തെറ്റ് ആ തെറ്റിന്റെ ആഴത്തെ കുറിച്ച് അവനെ നമ്മൾ അപ്പൊ തന്നെ പറഞ്ഞ് മനസ്സിലാക്കരുത്. അത് റിലാക്സ് എടുത്തതിന് ശേഷം അവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി അത് കുറച്ച് സമയം കൊടുത്തു കഴിഞ്ഞാൽ അവനത് മനസ്സിലാക്കും. എന്നിട്ട്
അവര് എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മ അവരുടെ മുന്നിൽ പ്രതികരിക്കുന്ന മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചാകരുത്. അത് വളരെ ബുദ്ധിമുട്ടുണ്ടാവുന്ന കാര്യമാണ്. മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് വഴക്ക് പറയാനും ഉപദ്രവിക്കാനും, പിന്നെ അതൊരു സൈക്കോളജിക്കൽ ട്രോമയായിട്ടുള്ള ഒരു ഇതിലേക്ക് ഇഷ്യൂസ് ആയിട്ടൊക്കെ അത് വരാം, പിന്നീട് വരാം. അപ്പൊ അവരുടെ ഒരു കാര്യം തെറ്റിൽ ചെയ്തിട്ടുണ്ടോ എങ്കിൽ അവിടെ സമാധാനപരമായിട്ട് വിളിച്ച് ഇരുത്തി അതിനെ ഒരു റിലാക്സ് കൊടുത്തതിന് ശേഷം അവരെ തിരുത്തി നല്ലതിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. കുട്ടികളിൽ ചെറിയ തെറ്റുകൾ അത് തെറ്റായ തന്നെ അതിനെ കാണാൻ നമ്മൾ ശ്രമിക്കുക. ചില പേരൻസ് ആയാലും നമ്മൾ ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്താൽ കുട്ടി ഏത് തെറ്റ് ചെയ്താണോ ആ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ചിലവർ അത് തന്നെ ആവർത്തിക്കുന്നവരുണ്ട്, ഇല്ലേ? നീ ഇന്നലെ ചെയ്തില്ലേ, നീ ഇന്നലെ എന്താ ചെയ്ത്, അല്ലെങ്കിൽ നീ ഇന്നലെ അവരോട് എന്താ പറഞ്ഞത്, അല്ലെങ്കിൽ നീ വീട്ടിൽ ഇവിടെ എന്താ പറഞ്ഞത്, നീ മറ്റുള്ളവരോട് എന്താ പറഞ്ഞത്, ഇത് തന്നെ അവരോട് തന്നെ ഓർമ്മിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ ശരിയിലേക്ക് എത്താനായിട്ട് അവർ ഇത് ഇങ്ങനെ തുടർച്ചയായി കൊണ്ടുവന്നാൽ അവിടെ ഉള്ള സമയം അത് കാലതാമസം എടുക്കുന്നത്. കാരണം അവര് ശരിയിലേക്ക് എത്താനുള്ള ഒരു മാർഗത്തിലേക്ക് നിൽക്കുമ്പോഴാണ് വീണ്ടും നമ്മൾ ആവർത്തിച്ചുകൊണ്ട് കൊണ്ടുവരുന്നത്. അപ്പൊ അവർക്ക് അതിനുള്ള സമയം നമ്മൾ കൊടുക്കുന്നില്ല. അവരുടെ മനസ്സിനെ തെറ്റിൽ നിന്ന് ശരിയിലേക്ക് എത്താനുള്ള സമയം പേരന്റായ നമ്മൾ കൊടുത്താലല്ലേ അവർക്കൊന്ന് ഇരുന്ന് ആലോചിക്കാനുള്ള ഇത് കിട്ടുള്ളൂ, സ്പേസ് കിട്ടുള്ളൂ. അത് കൊടുക്കാതെ നമ്മൾ ഇരുന്നാൽ നമ്മൾക്ക് അത് കിട്ടില്ല. പക്ഷെ അവർക്ക് തെറ്റ് ചെയ്തത് എന്താണ്, അത് ശരിയിലേക്ക് എത്താനായിട്ട് ഒരു ആലോചിക്കാനുള്ള ഒരു സമയം നമ്മൾ കൊടുത്താൽ അവരെ എത്രയും പെട്ടെന്ന് അത് ശരിയിലേക്ക് എത്തും. ആ തെറ്റുകൾ നമ്മളൊരു ചെറിയ തെറ്റായി തന്നെ അതിനെ കാണാനായിട്ട് ശ്രമിച്ചാലും വളരെ ഉപകാരമായിരിക്കും. എന്നും അവര് നമ്മളും ഒന്നാണ്. അതിനെങ്കിൽ അവരിൽ നിന്നും നമ്മൾ അകന്നില്ല, നമ്മളോ അവരിൽ നിന്നും അകന്നു പോകുന്നില്ല എന്നുള്ള ഉറപ്പ് അവരിൽ എപ്പോഴും ഉണ്ടാവുന്നത് അതും വളരെ പോസിറ്റീവായ കാര്യമാണ്, അല്ലെ? ഇനി കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ ചെയ്യുന്ന വലിയൊരു കണ്ടീഷൻസ് അല്ലെ. ഇപ്പൊ SLC എക്സാം ഒക്കെ അടുത്തോണ്ടിരിക്കുന്ന സമയമാണ്. എത്ര പേര് ഈ ഗ്രൂപ്പിൽ ഇപ്പൊ SLC എഴുതാൻ ഇരിക്കുന്ന കുട്ടികളുടെ പേരൻസ് ആണെന്നും എനിക്കറിയില്ല. അപ്പോ അവരുടെ ഉള്ളിലൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെ? എന്റെ മോള് അല്ലെ എന്റെ മകൻ ഈ എക്സാമിന് ഫുള്ള് A+ വാങ്ങിക്കാൻ. എല്ലാവരും വിചാരിക്കുന്ന കാര്യം അതൊക്കെ തന്നെയാണ്, അല്ലെ? ഫുൾ A+, അല്ലെങ്കിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിരന്തരം വീട്ടിൽ പഠിക്കുന്ന കുട്ടികളാണ് എങ്കിൽ എന്ന് തോന്നി കഴിഞ്ഞാൽ മറ്റുള്ളവരെ ദൃഷ്ടിപ്പെട്ട് കഴിഞ്ഞാൽ എന്താ, കുട്ടി എപ്പോഴും വീട്ടിൽ തന്നെ നല്ല പഠിപ്പാണ്. അപ്പൊ മറ്റുള്ളവരുടെ ഇതിൽ മുഖത്ത് എങ്ങനെ നോക്കും എന്നുള്ളൊരു മനോഭാവമുള്ള രക്ഷകർത്താക്കളൊക്കെ ഉണ്ടാവും, അല്ലെ? അപ്പൊ എന്താ, എന്റെ കുട്ടി നല്ലതും പഠിക്കും. അപ്പൊ ആ ഒരു ചിന്ത വെച്ചോളും നമ്മുടെ കുട്ടികളൊന്നും പറയാം, അതെ പ്രാവശ്യത്തെ എക്സാം ഒക്കെയാണ്, ഫുള്ള് വാങ്ങിക്കണം, അല്ലെ ഫുൾ A+ വാങ്ങിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. പക്ഷേ പഠിക്കുന്ന കുട്ടിക്ക് അറിയില്ലേ അവരെന്താ അവരുടെ മനസ്സിലുള്ളതെന്ന്. അപ്പൊ നമ്മളവർക്ക് പ്രത്യേകിച്ച് ക്ലാസ് ഒന്നും എടുത്ത് കൊടുക്കേണ്ട കാര്യമില്ല, അവര് പഠിച്ചോട്ടെ. അപ്പൊ അവര് എന്ത് ചെയ്താലും അവർക്കൊരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാം എന്നതിന് പകരം അവരെ ആ ടൈം മനസ്സിലാക്കി അതിനെ ആ പ്രഷർ ആ സമയത്ത് അവര് എന്താണ്, ആ സമയത്ത് ഈ ഗിഫ്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അവരോട് ഞാൻ പറഞ്ഞു എന്റെ മകള് അല്ലെങ്കിൽ എന്റെ മകൻ ഫുൾ വാങ്ങിക്കും എന്നൊക്കെ. അപ്പൊ ഇത് കുട്ടിയോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ ഈ കുട്ടി കേൾക്കാനിട വന്നു കഴിഞ്ഞാലും കുട്ടികൾക്ക് എന്തൊരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടാണ് ആ സമയത്ത് അവിടെ ഉണ്ടാകുന്നത്. കാരണം എന്താണ്, കുട്ടിക്കറിയാം, കുട്ടിക്ക് ചിലപ്പോ ഏതെങ്കിലും വിഷയങ്ങളിൽ കുറച്ച് ടഫ് ഉണ്ടാവും, ചിലപ്പോ ഏതെങ്കിലും മാത്സിലാണെങ്കിൽ ഏതെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ചില കുട്ടികൾ തുറന്നു പറയും, ചിലവര് മിക്ക കുട്ടികളും ട്യൂഷനൊക്കെ പോണോണ്ട് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല. പക്ഷെ എന്നായാലും അതിൽ പ്രോബ്ലം ഉള്ള കുട്ടികൾ ഉണ്ടാവും. അപ്പൊ ഈ വീട്ടുകാരുടെ ആ ഒരു എന്താ പറയാ, അവര് വിചാരിച്ചിരിക്കുന്നത് എന്റെ മകൾ ഫുള്ള് വാങ്ങിക്കും എന്നുള്ള ചിന്താഗതി ഉള്ള വീട്ടുകാരാണ്. അപ്പൊ ഈ ഒരു ചിന്ത കുട്ടീനെ വല്ലാണ്ട് അകത്തും. എന്തെങ്കിലും ഒരു മിസ് വന്നു കഴിഞ്ഞാൽ എന്താകും ആ ഒരു ചിന്തകളായിരിക്കും. അപ്പൊ അതൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഇതാണ്. അപ്പൊ ഇങ്ങനെ പോയാ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ തന്നെ ആ മാതാപിതാക്കൾ എന്തുകൊണ്ട് കുട്ടികളോട് തിരിച്ചു വന്ന് പറഞ്ഞുകൂടാ? അതായത് എക്സാം ഉള്ള സമയത്താണെങ്കിൽ അവര് നേരത്തെ ആ കുട്ടികളെ ആ ഒരു വാക്കിലൂടെ കുട്ടികളെ സമാധാനം കൊടുക്കണം എന്നാണ് എന്റെ ഉദ്ദേശം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാം ഒക്കെ അടുത്തോണ്ടിരിക്കുകയാണ്, ഫുള്ള് മാർക്ക് വാങ്ങിക്കണേ, പഠിക്കുന്നിടത്തോളം പഠിക്കുക, ഏതൊക്കെ വിഷയത്തിലാണോ നമുക്ക്
സ്കോർ ചെയ്യാൻ പറ്റുന്നത് ആ വിഷയത്തിലേക്ക് പരമാവധി സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ആ കിട്ടുന്ന മാർക്ക് അല്ലെ, അത് കുഴപ്പമില്ല, നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിലല്ലേ ഒരു വിഷയത്തിന് പോയാല് നമുക്ക് വീണ്ടും നമുക്ക് അതിൻ്റെതായ ഇതിൽ എന്താണെന്ന് ചെയ്യാം. അങ്ങനെ ഒരു ആശ്വാസവാക്ക് കൊണ്ട് നമ്മളെ കുട്ടികൾക്ക് കൊടുത്തുവിട്ട് കുട്ടികൾ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതൊരു പ്ലസ് പോയിന്റ് അല്ലേ. അപ്പൊ അവരെന്താ വിചാരിക്കുക, നമ്മൾക്ക് ഉള്ളില് ഏതെങ്കിലും വിഷയത്തിൽ നമ്മൾ കുറച്ച് ഡിലേ ആയിട്ടുണ്ടെങ്കിൽ പോലും ആ കുട്ടികൾക്ക് ഒരു ആശ്വാസമായ വാക്കാകും. അപ്പൊ ആ കുട്ടികൾക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു ആശ്വാസം. കാരണം എനിക്കൊരു വിഷയത്തിൽ പോയാൽ പോലും എന്റെ വീട്ടിൽ നിന്നൊരു കുഴപ്പമുണ്ടാവില്ല, അവരെനിക്ക് ഇങ്ങനെയാ ഒരു ഇതാണ് തന്നേക്കണത് അല്ലെ. അപ്പൊ ആ ഒരു ഇതില് നമ്മൾക്ക് മനസ്സിന് വലിയൊരു ആശ്വാസം. ചിലപ്പോ നമ്മളൊന്നും വിചാരിക്കാൻ പറ്റില്ല, ഇങ്ങനെ വിചാരിച്ചിരുന്ന കുട്ടികൾ ചിലപ്പോ ഫുൾ വാങ്ങിച്ചായിരിക്കും എല്ലാവരും വീട്ടിൽ വരുന്നത് അല്ലെ, സന്തോഷമായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഇത് ഈ എക്സാം തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ കുട്ടികളോട് നമ്മൾക്ക് ഫുള്ള് വാങ്ങിക്കണം അല്ലെങ്കിൽ എല്ലാത്തിലും അവരെക്കാളും മുന്നിൽ എത്തിക്കണം എന്നുള്ള ഇത് കൊടുക്കാതെ ഈ ഒരു വാക്ക് ഏറ്റവും ഫസ്റ്റ് എക്സാം തുടങ്ങുന്നതിന് മുന്നേ അത് പഠിക്കുന്ന സമയത്ത് കുട്ടികൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി അതിനേക്കാൾ ഉപരി സന്തോഷത്തിലായിരിക്കും അതിന്റെ പഠിപ്പ്. അപ്പൊ അതെന്തായാലും നമ്മുടെ പേരന്റ് എന്തായാലും അത് ഇനിയുള്ള കാലങ്ങളിലുള്ള അത് ചെയ്തിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇതുവരെയുള്ള പേരന്റ്, ഞാൻ ഉൾപ്പെടെയുള്ള പേരന്റ് ചെയ്തിരുന്നിട്ടുണ്ടെങ്കിൽ എക്സാം ആണ്, എല്ലാത്തിലും നോക്കിക്കോളാം, വഷളാകരുത്, ഉഴപ്പരുത്, ഫുള്ളായിരിക്കണം, മാർക്കൊന്നും ഇതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ ഇനിയുള്ള തലമുറകൾ ഇങ്ങനെയും കൂടി ഒരു ഇതായിരിക്കും ഉപദേശം കൊടുത്തു കഴിഞ്ഞാൽ അതൊരു വളരെ നല്ലതായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ഇനി നമ്മള് അനുകരിച്ച് പറയില്ലേ, അപ്പൊ നമ്മൾ ഗെയിം കളിക്കുമ്പോഴായാലും ഫോണിൽ കളിക്കുമ്പോഴായാലും ഒക്കെ ഇത് നമ്മളൊന്ന് ചിന്തിക്ക്, ഈ കുട്ടികൾക്കെല്ലാം ഇത് എവിടെ നിന്ന് കിട്ടി? ഒരു കുട്ടികൾക്ക് നമ്മൾ കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാന്നിധ്യം തന്നെയാണ്. അപ്പൊ നമ്മള് ഇപ്പോ ഒരു കുട്ടിയുടെ മാതാവായി നമ്മൾ ആരല്ലെങ്കിൽ പാരന്റ്സ് ആരെ ആയിക്കോട്ടെ, പഠിക്കാൻ ഇരിക്കുന്ന പാരന്റ്സ് കുട്ടിയുടെ അടുത്ത് ഇരുന്നിട്ട് കുട്ടി പഠിക്കുന്നു, പാരന്റായ നമ്മൾ എന്താ ചെയ്യുക? പാരന്റായ നമ്മൾ ചെയ്യുന്നത് നമ്മൾക്ക് മറ്റുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ എക്സാമ്പിൾ ഫോൺ തന്നെ ആയിക്കോട്ടെ, അപ്പൊ പാരന്റായ നമ്മളിപ്പോ ഇവിടെ ചെയ്യുന്നത് ഫോണിൽ നോക്കുക, അത് നോക്കുക, ഇത് നോക്കുക. കുട്ടി കുട്ടിക്ക് നമ്മളായിരിക്കുകയാണ് നമ്മുടെ അടുത്ത്, കുട്ടി നമ്മളായിട്ട് ഇരിക്കുന്ന സമയത്താണ് ഇത് നടക്കുക. അപ്പൊ കുട്ടി ഒന്ന് നോക്കുമ്പോൾ അമ്മ ഇങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെ ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇതില് കുട്ടിയുടെ അടുത്ത് നമ്മൾ ഇരിക്കുന്നുണ്ടോ ആ സമയം പൂർണ്ണമായിട്ടും നമ്മൾ കുട്ടിയുടെ അടുത്ത് തന്നെ ആ കുട്ടിക്ക് വേണ്ടി നമ്മൾ അവിടെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക, മറ്റുള്ള ഇതിലേക്കൊന്നും ചിന്തിക്കാതെ. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് കുട്ടികൾക്ക് നമ്മൾക്ക് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സമ്മാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സാന്നിധ്യം തന്നെയാണ്, ഒരു ഗിഫ്റ്റാണ് നമ്മള് അല്ലെ. അപ്പൊ നമ്മൾക്ക് ഈ ഫോണും ഈ ഗെയിം കളിയും ഈ കുട്ടി എങ്ങനെ പഠിച്ചു അതെല്ലാം നമ്മളിൽ നിന്നാണ് പഠിക്കണം. അപ്പൊ ഇതെല്ലാം പരിഹാരം എന്താ? നമ്മൾ തന്നെയാണ് പരിഹാരം. അപ്പൊ നമ്മളുടെ കുട്ടികള് ഇതിലേക്ക് പോകാതെ ഒരു പരിധി വരെ ഇതിൽ നിന്നും മാറി നിൽക്കാൻ നമ്മൾ വിചാരിച്ചാൽ ഇതെല്ലാം കഴിയും. അപ്പൊ നമ്മുടെ ഈ കുട്ടികൾ ഏത് ശീലമാണോ നമ്മളെ കണ്ടിട്ട് എടുത്തിരിക്കുന്നത് ആ ശീലങ്ങളൊക്കെ മാറ്റി എടുക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ അവിടെ ക്ലിയർ ആയ ഒരു കുട്ടികളെ നമ്മൾ കാണാൻ കഴിയണ്. ക്ലിയർ ആയത് എന്താ? അവരുടെ സ്വഭാവത്തിലും എല്ലാത്തിലും ഒരു ക്ലിയർ വരുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ആണോ ചെയ്തുകൊണ്ടിരുന്നത് ആ കാര്യങ്ങളിൽ നമ്മൾ തന്നെ ഒന്നും ഒരു ശ്രദ്ധ വെച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കുട്ടികളും പഠിക്കാണ് അല്ലെ. അപ്പൊ കുട്ടികൾ ആ ശീലങ്ങൾ പഠിക്കുമ്പോൾ അവരും പതിയെ അതിൽ നിന്ന് ശ്രദ്ധ കുറയ്ക്കാൻ തുടങ്ങും. നമ്മളിപ്പോ ഫോണിൽ ശ്രദ്ധ കൊടുക്കാതിരിക്കുമ്പോൾ കുട്ടികളും അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഫോൺ എടുക്കാതിരിക്കുക. ഇപ്പോ മുതിർന്നവരായാലും ചെറിയവരായാലും എല്ലാവരുടെയും കയ്യിൽ ഉള്ള ഏറ്റവും വലിയൊരു മാർക്കാണ് അല്ലെ, കമ്മ്യൂണിക്കേഷൻ ആയാലും മറ്റുള്ള എന്തിനായാലും നമ്മൾ ഫോണാണ്. ചെറിയ കുട്ടികളുടെ കയ്യിലായാലും ഈ സാധനം എപ്പോഴും അവൈലബിൾ ആണ്. നമ്മൾ ഒരാളെയും കുറ്റം പറയേണ്ട, ഇതിനൊക്കെ കാരണം രക്ഷകർത്താക്കളായ നമ്മൾ അല്ലെ. നമ്മളുടെ കണ്ടിട്ടാണ് അവരത് ചെയ്യുന്നത്. അപ്പൊ ഒരു പരിധി വരെ ഈ കാര്യങ്ങളിലെല്ലാനും കുട്ടികളെ നിയന്ത്രിക്കാൻ പാരന്റായി നമ്മൾക്ക് കഴിഞ്ഞിരിക്കണം. ഇപ്പോ എനിക്കൊരു യാത്രയിൽ അനുഭവം ഉണ്ടായതാണ്.
അത് ഞാനിങ്ങനെ ബസ്സിലിരിക്കുന്ന സമയത്ത് ഒരു കുട്ടി ഇപ്പൊ ഞാനൊരു റെമഡിയൽ ട്രെയിനറായ സ്ഥിതിക്ക് അതിനെ കുറച്ച് വശങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ ആ കോഴ്സ് ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടും അപ്പൊ എനിക്ക് കുറച്ച് ക്യാച്ച് ചെയ്യാൻ പറ്റി. അപ്പോ ഈ യാത്ര ഇരിക്കുന്ന സമയത്ത് ഈ കുട്ടി കൈ കൊണ്ടും ഈ അമ്മനെ തല്ലുക, പിന്നെ ഒരേ കൈ കൊണ്ടൊക്കെ ഒരേ വായില് വിരലിടുക, അങ്ങനെയൊക്കെ ഒരേ ദുശീലങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ ഞാൻ ഈ കൂടെ ഇരുന്ന് എന്റെ അമ്മൻ തൊട്ടടുത്തിരിക്കുന്നു. അപ്പൊ ഈ കുട്ടീനോട് എന്റെ അമ്മനോട് ഞാൻ ചോദിച്ചു, കുട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ മാഡത്തിന് അങ്ങനെ മനസ്സിലായെന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഏകദേശം മനസ്സിലായത് കൊണ്ടാണ്. അപ്പൊ അത് ഒരുപാട് സങ്കടപ്പെട്ടിട്ടൊരു കാര്യങ്ങൾ പറഞ്ഞു. അത് ഈ മൊബൈലിന്റെ അഡീഷൻ, ചെറിയ കുട്ടിയാണ് മൊബൈലിന്റെ അത് ജനിച്ചു വീണ് 6 മാസം വരെയും കുട്ടിയുടെ അമ്മ അതിന്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഗവൺമെന്റ് ജോലിയായ കാരണം അത് പകരം ഈ ഫോൺ കൂടി ആണ് വീട്ടിലുണ്ടായത്. അപ്പൊ ആ പെണ്ണിന്റെ അമ്മ, അത് അമ്മമ്മയാണ് ഈ കുട്ടീനെ നോക്കിയിരുന്നത്. അമ്മമ്മ ഈ ഫോൺ നോക്കി കുട്ടിയും അതിൽ അഡിക്റ്റ് ആയി. അപ്പൊ ഈ സ്വന്തം അമ്മക്ക് കുട്ടി ഇട്ട് ജോലിക്ക് പോകുന്നതിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. എന്താ, കുട്ടിക്ക് അമ്മമ്മ ഫോൺ കൊടുത്ത് അമ്മമ്മ യൂസ് ചെയ്യുമ്പോ കുട്ടിയും കാണാണ്. കുട്ടി അതിൽ തന്നെ അഡിക്റ്റ് ആയി. ഈ കുട്ടിക്ക് ഇപ്പൊ അത് തന്നെ ഈ സാധനം ഇല്ലാതെ ആയി കഴിയുമ്പോഴുള്ള ബുദ്ധിമുട്ടാണ് കാണിക്കുന്നത്. ആ ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ അത് കരയണിരുന്നിട്ട്. അപ്പൊ ഇതിനെല്ലാം കാരണം ആരാണ്? ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പേരന്റായ നമ്മളാണ് ഒരുവിധ കുട്ടികളുടെ എല്ലാ കാര്യങ്ങൾക്കും കാരണമായിട്ട് വരുന്നത്. നമ്മളെ അനുകരിച്ചിട്ടാണ് അവരും അതുപോലെ പിന്തുടർന്നുകൊണ്ട് പോകുന്നത്. അപ്പൊ അവരുടെ ഓരോ കാര്യങ്ങളിലും ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അതിനൊരു തടസ്സം, അല്ലെങ്കിൽ അത് ചെയ്യരുത്, അത് പറയാനായിട്ടും അത് പ്രവർത്തിക്കാൻ നമ്മൾ ബാധ്യസ്ഥനാകണം. അതിന് നമ്മൾ തയ്യാറാകണം. നമ്മൾ സ്വയം തയ്യാറായാൽ മാത്രമേ നമ്മുടെ കുട്ടികളും അത് അനുകരിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അല്ലാതെ കുട്ടികളോട് നമ്മൾ അത് ഫോൺ എടുക്കരുത്, അല്ലെങ്കിൽ നീ ഗെയിം കളിക്കരുത്, അവന്റെ കൂടെ പോകരുത്, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഈ കുട്ടികളോട് ഇത് നമ്മൾ പറയും. അപ്പോൾ നമ്മള് കുട്ടികളോട് പറഞ്ഞ പോലെ നമ്മൾ തീരെ മറിച്ച് നമ്മൾ കാണുമ്പോ കുട്ടികൾ വന്ന് നോക്കും, എന്നോട് പറഞ്ഞിട്ട് എന്താ ഇവിടെ കാണിക്കുന്നത്. അപ്പൊ അവരും അതിന്റെ കൂടെ കൂടും. അപ്പൊ അവര് ശരിയിലേക്ക് പോവാൻ നമ്മൾ അവരെ പറഞ്ഞു കൊടുക്കുമ്പോൾ, കുട്ടികൾ നോക്കുമ്പോൾ എന്നെ ശരിയിലേക്ക് പറഞ്ഞയക്കുന്ന ആള് ദേ വീണ്ടും പോകുന്നു. അപ്പൊ കുട്ടി വീണ്ടും അങ്ങോട്ട് വരും, അല്ലെ? അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മൾ നമ്മുടെ വീട്ടില് കുട്ടിയോട് ഫോൺ എടുക്കണ്ട നമ്മൾ കുറച്ചു നേരം മാറ്റി വെക്കും. നമ്മുടെ എല്ലാവരും വീട്ടിലുണ്ടാകുന്ന ഓരോ കാര്യങ്ങൾ തന്നെ, ഫോൺ എടുക്കണ്ട മാറ്റി വെച്ച്, അല്ലെങ്കിൽ എടുക്കാൻ പാടില്ല. അതാകുന്നത് നമ്മൾ കുട്ടികളെ പേടിപ്പിച്ചിട്ടായിരിക്കും ഫോൺ നീക്കി വെക്കും. കുറച്ച് കഴിയുമ്പോ നമ്മളൊന്ന് എടുത്തു പോകുമ്പോ കുട്ടി എന്നെ പേടിപ്പിച്ച സാധനമല്ല, അപ്പൊ ദേ എടുക്കണം, അമ്മയല്ല അത് എടുക്കണം, അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് കുട്ടികളിൽ കുറെ കാരണങ്ങൾക്ക് ഉദാഹരണം നമ്മൾ തന്നെയാണ്. അപ്പൊ നമ്മള് തെറ്റുകളിലേക്ക് പോകാതെ നമ്മൾ തന്നെ എല്ലാത്തിനും പരിഹാരം കണ്ടു കഴിഞ്ഞാൽ കുട്ടികളും അതുപോലെ ആ ഒരു അനുകരിച്ച് പോകുന്ന കാര്യങ്ങളിലേക്ക് കുറച്ച് വ്യത്യസ്തം വരാം. കുട്ടികളെ മുന്നിൽ വെച്ച് നമ്മൾ ദേഷ്യപ്പെടും, അല്ലെ? വീട്ടിലെ കാര്യങ്ങൾ ആലോചിച്ചായാലും, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പേരൻസ് അവര് തമ്മിൽ, അല്ലെ, അച്ഛനോ അമ്മയോ ഒക്കെ തമ്മിൽ നല്ല വഴക്ക് കാര്യങ്ങൾ ഒക്കെ ഉണ്ടാകും. അപ്പോ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ എല്ലാവരും പൊട്ടിത്തെറിക്കും, സ്വാഭാവികമാണ്. പക്ഷെ ആ സമയത്ത് കുട്ടികളാണോ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു ഇതും വരുന്നില്ല ആ സമയത്ത്. അപ്പൊ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ കുറച്ചു നേരം നമ്മളുടെ ആ ഒരു സ്വയബോധം നഷ്ടപ്പെട്ട പോലെ നമ്മൾ പെരുമാറുന്ന ഒരു അവസ്ഥ ആണ് നമ്മൾ പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് ആ കുട്ടികളുടെ മുന്നിൽ വെച്ച് ദേഷ്യമൊക്കെ കാണിച്ച് മോശം വാക്കുകൾ പറയല്. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ നമുക്കൊരു എന്താ പറയാ, കുട്ടികളുടെ മുന്നിൽ വെച്ച് ഇത് കാണിക്കുക, കുട്ടികൾക്കൊരു മെന്റൽ ഹെൽത്ത് ആയി നന്നായി മാത്രമേ പോസിറ്റീവ് എൻവയോൺമെന്റിൽ വളരാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇതുപോലെ നമ്മൾ കാണിച്ചു വന്നാല് കുട്ടികളും അത് കേട്ട് അത് തന്നെ പ്രവർത്തിച്ച് പോവുകയാണ്. അപ്പൊ കുട്ടികൾക്ക് നല്ലൊരു ഇതിലേക്ക് വളരാനായിട്ട് പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അതിൽ നിന്നും മാറി നമ്മൾക്ക് എന്ത് തെറ്റുകളുണ്ടോ, അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ദേഷ്യമുണ്ടോ, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും മോശം സംസാരങ്ങൾ പറയാനുണ്ടോ, അതൊക്കെ അവരൊന്ന് നീക്കി നിർത്തിയിട്ട് നമ്മൾ മാത്രമുള്ളൊരു ലോകത്തേക്ക് നമ്മൾ കുറച്ചു നേരത്തെ നീങ്ങുക, കുട്ടികളിൽ നിന്ന് മാറി. അപ്പൊ നമുക്ക് നമ്മുടെ ദേഷ്യവും സങ്കടവും അതൊക്കെ നമുക്ക്
കാണിക്കാൻ പറ്റും. പക്ഷെ കുട്ടികളെ മുന്നിൽ ഒരിക്കലും ഇത് കാണിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിന് വേണ്ടിയുള്ള നല്ലൊരു കുട്ടികളെ വാർത്തെടുക്കാനായിട്ട് ഒരു പേരന്റിനും സാധിക്കാതെ വരുന്നു. അതല്ലാതെ നേരെ മറിച്ച് ആ കുട്ടികളെ അതിന്റെ രീതിയിൽ വളർത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ നല്ല ശീലങ്ങളും സ്വഭാവങ്ങളും അവരുടെ മുന്നിൽ കാഴ്ച വെച്ചു കഴിഞ്ഞാൽ അവരും അത് അനുകരിച്ച് അവർ മുന്നോട്ട് പോകും. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് സമൂഹത്തിന് നല്ലൊരു കുട്ടികളെ വാർത്തെടുത്ത് കൈകളിലേക്ക് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അപ്പം പോസിറ്റീവ് പാരന്റിനെ കുറിച്ച് നമ്മുടെ പാരന്റിനെ കുറിച്ചുള്ള ഒരു ചിന്താഗതി എന്താ വെച്ചത് എക്കാർട്ട് ടോളേനെ അറിയാലോ. എക്കാർട്ട് ടോളേല് ഇതിൽ നമ്മൾ കുട്ടികൾക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ള സമ്മാനം നമ്മുടെ സാന്നിധ്യം ആള് എപ്പോഴും പറയുന്നുണ്ട്. അവരുടെ കൂടെ ഇരുന്ന് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെ ഒരു സൊല്യൂഷൻ കണ്ട് അവരുടെ ഹെൽപ്പായിട്ട് എപ്പോഴും നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അത് മാത്രമാണ്. ഈ കുട്ടികൾക്ക് നമ്മളെ അവരുടെ ഇപ്പൊ ഉള്ള കുട്ടികൾ വെച്ചിട്ടുണ്ടെങ്കില് ചെറിയ കുട്ടികള് ചെറിയ രണ്ട് തുടങ്ങി എന്ന് പറയാ ഏകദേശം 2 തുടങ്ങിയാൽ ഇപ്പൊ 2 വയസ്സാകുമ്പോഴേക്കും തന്നെ കുട്ടികൾക്ക് ഓരോ കാര്യങ്ങൾ തിരിച്ചറിയാവുന്ന പ്രായങ്ങളൊക്കെ അവർക്ക് ഏകദേശം എല്ലാം കാണാനും കേൾക്കാനും അത് മനസ്സിലാക്കാനുള്ള, പക്ഷെ എന്താണ് ഏതാണ് ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു പ്രായങ്ങളൊക്കെ ഇങ്ങനെ വന്നു 2, 3, 4, 5 ഇങ്ങനെയൊക്കെയുള്ള ആ കഥ കഴിഞ്ഞ് കുറച്ചും കൂടി ഒന്ന് അറിവായി. ശരിക്കും പറഞ്ഞാൽ 5 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് നമുക്ക് എന്താണ് അവരുടെ സ്വയം വികാരങ്ങളെ അവർക്കൊരു വികാരങ്ങൾ അകപ്പെട്ടു പോകാതെ വെറുതെ ഒരു നിരീക്ഷകനായിട്ട് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്താ പറയാ അത്യാവശ്യമാണെന്നാണ് പറയണത്. അച്ഛനെങ്കിൽ ചെറിയ കുട്ടികളാണ് ഇപ്പോ കുറച്ചും കൂടി മുതിർന്ന കുട്ടികളെക്കാളും നോളജ് കുറച്ചും കൂടി കൂടുതൽ ചെറിയ കുട്ടികൾക്കാണെന്ന് നമുക്ക് തോന്നുന്നത് അല്ലെ. ഒരു ഫോൺ തന്നെ യൂസ് ചെയ്യാൻ അതിൻ്റെതായ ഒരു സിസ്റ്റംസിനെ കുറിച്ച് ഒക്കെ നമ്മുടെ ചെറിയ കുട്ടികൾക്കായിരിക്കും കുറച്ച് ബോധം കൂടുതൽ. അത് പതിയെ ആയിരിക്കും. എന്താണ് ഏതാന്നുള്ളൊരു അറിവുകൾ ഇപ്പോഴില്ല. അപ്പോ ഈ കുട്ടികളുള്ള അവരുടെ വികാരങ്ങൾ അകപ്പെട്ടു പോകാതെ ഇരിക്കാനായിട്ട് വെറുമൊരു നിരീക്ഷകരാകാൻ കുട്ടികളെ നമ്മൾ എന്താ പഠിപ്പിക്കേണ്ട ആവശ്യമാണ്. കണ്ടീഷൻസ്, ലവ്, ഇതൊക്കെ ഇതില് ഇമ്പോർട്ടൻസ് ആണ്. സ്നേഹം കൊണ്ട് കുട്ടികളെ കീഴ്പ്പെടുത്തുക. സ്നേഹം എന്ന വാക്കിൽ തന്നെ ഉണ്ട് അല്ലെ. നമ്മൾ സ്നേഹത്തോടെ ഒന്ന് അടുത്തിരുത്തുക അല്ലെ, സ്നേഹത്തോടെ ഒന്ന് തലോടുക. ഇതൊക്കെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ ഏറ്റവും വലിയൊരു സമ്മാനമാണ്. അല്ലാതെ നമുക്ക് കുറേ പൈസ കൊടുത്ത് കുറേ വില കൊടുത്ത് ഒരു ഐഫോൺ വാങ്ങിച്ചു കൊടുത്താലോ അതിലൊന്നും ഒരു കാര്യമില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കാവുന്ന ഒരു സ്നേഹം പഴയ കാലഘട്ടത്തിൽ കൂട്ടുകുടുംബങ്ങൾ നമ്മുടെ സ്വന്തം അച്ഛന് അമ്മ അല്ലെ, അച്ഛനമ്മയിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ പോലും നമ്മുടെ കുട്ടികൾക്ക് സ്നേഹം കിട്ടാനുള്ള മറ്റുള്ള മാർഗങ്ങളുണ്ട് അല്ലെ. അച്ഛൻ, അപ്പപ്പന്, മുത്തിയമ്മ, അങ്ങനെയൊക്കെ ഫാമിലി അല്ലെ, ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഒരു സ്ഥലത്തുനിന്ന് കുട്ടിക്ക് സ്നേഹം കിട്ടില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് അവർക്ക് സ്നേഹം കിട്ടാവുന്നൊരുണ്ട്. ഇന്ന് ഓരോ പേരൻസും തിരക്കിട്ട ജീവിതങ്ങളിലേക്ക് പോകുമ്പോൾ ഇപ്പൊ എന്താ ചെയ്യുന്നുണ്ടെങ്കില് സ്വന്തം കുട്ടികളെ അവരുടെ അടുത്തിരുത്തി ഒരു തരി സ്നേഹം തുടർന്ന് തലോടാൻ, ഒരു വാക്ക് സംസാരിക്കാൻ അല്ലെ, അതൊന്നും നമുക്ക് സമയം കിട്ടുന്നില്ല. ഇപ്പൊ ജോലി തിരക്ക്, നമുക്കത് കുറ്റം പറയലല്ല, എല്ലാവരും തിരക്കിലാണ്. ചുറ്റുപാടുകള്, അതായത് നമ്മുടെ വീട്, ജീവിതം, അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അല്ലെ, അതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ചിലപ്പോ നമ്മുടെ കുട്ടികളെയൊക്കെ ഈ ഒരു ഇതിൽ നിന്ന് മാറ്റി നിർത്തുന്നവരുണ്ടാവും. ഇപ്പോ ഈ വിംബിൾ അക്കാഡമിയുടെ റെമഡിയേഷന്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ഇത് പോയപ്പോ ഓരോ പേരൻസ് അപ്പൊ അതൊക്കെ ഉണ്ട്. നമ്മൾ പറയുന്ന പോലെ ഇല്ലാതൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. റെമഡിയലിന്റെ ഇതിന് പോയപ്പോ നമ്മൾക്ക് അനുഭവം, ഞാൻ അന്ന് ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ആ അഭിപ്രായങ്ങൾ പറയുന്നപ്പോ ഞാൻ പറഞ്ഞതാണ്, എത്രയോ കുട്ടികൾ അല്ലെങ്കിൽ എത്രയോ മാതാപിതാക്കൾ ഇപ്പോഴും ഒരുപാട് വേദനിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും. ഓരോ കുട്ടികള് മാതാപിതാക്കളെ ഓർത്തിട്ട്, ഒരു മാതാപിതാക്കള് കുട്ടികളെ ഓർത്തിട്ട് വേദനിക്കുന്നവരുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മുടെ ഈ നമ്മൾ ഈ കാണുന്നതല്ല, ഇനിയും ഉണ്ട് കുറെ ഇത്. ഇപ്പൊ കുട്ടികളെ കുറച്ച്
കുറച്ച് കുട്ടികൾ ചിലപ്പോ പാരന്റ്സ് നന്നായിട്ട് കെയർ ചെയ്യുന്നവരുണ്ട്. പക്ഷെ കുറച്ച് കുട്ടികളെ നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഇതൊന്നും കിട്ടാത്ത കുട്ടികളുണ്ട്, ഇല്ലേ? ഇപ്പൊ എക്സാമ്പിൾ പറയും, നമുക്ക് ഈ ഓർഫനേജിലേക്ക് കുട്ടികളെയൊക്കെ നമുക്കൊന്ന് താരതമ്യം ചെയ്തുകൂടെ? അവർക്ക് എവിടെ നിന്ന് കിട്ടുന്നു? ഈ അനാഥയായ കുട്ടികളൊക്കെ നമ്മ പറയില്ലേ, അമ്മ തൊട്ടിലെ കൊണ്ടുവന്നിട്ട് അവർക്ക് സ്നേഹം വേണ്ടേ? എന്തേ അവർക്ക് സ്നേഹം നിഷേധിച്ച? സ്വന്തം അച്ഛനും അമ്മക്ക് മാത്രമാണോ സ്നേഹം കൊടുക്കാൻ പറ്റുന്നത്? അല്ല. നമുക്ക് അവർക്ക് മാത്രമല്ല സ്നേഹം കൊടുക്കാൻ പറ്റുന്നത്. നമ്മൾക്ക് എത്ര പേർക്ക് അനുഭവം ഉണ്ടെന്ന് എനിക്കറിയില്ല. നമ്മളുടെ കുട്ടികള് 2 ആയിക്കോട്ടെ, 3 ആയിക്കോട്ടെ, 4 ആയിക്കോട്ടെ, സ്വാഭാവികം. എത്ര പേരെ കുട്ടികളെ, അതിൽ നിന്ന് ഏത് കുട്ടികളാണ് എക്സ്ട്രാ ആയിട്ട് നമ്മൾ സ്നേഹിക്കുന്നവര്? നമ്മള് മാത്രല്ല, അടുത്ത മറ്റുള്ള ആൾക്കാര്, അല്ലെ? നമ്മളിപ്പോ 4 കുട്ടികൾ നമുക്കുണ്ടെന്ന് ഇരിക്കട്ടെ, 2 കുട്ടികളുണ്ടെന്ന് ഇരിക്കട്ടെ. നമ്മൾ ഈ 2 കുട്ടികളെ 3 കുട്ടികളെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോ നമ്മൾ അടുത്തുള്ള ഒരു നെയ്ബേഴ്സിന്റെ അവിടെ വന്നിട്ട് അതിലേതെങ്കിലും ഒരു കുട്ടീനെ വന്നിട്ട് ഒന്ന് കൊഞ്ചിക്കും, അല്ലേ? അപ്പോ ആ കൊഞ്ചിക്കുമ്പോൾ മറ്റുള്ള കുട്ടികൾക്ക് അതൊരു വിഷമാകല്ലേ? അപ്പോ എന്റെ അഭിപ്രായത്തില് നമ്മൾക്ക് ഈ പേരന്റായ അല്ലെങ്കിൽ നമ്മളുടെ സമൂഹത്തിന് ഇപ്പോഴും സ്നേഹം എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല, സ്നേഹത്തിന്റെ വില എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെയുണ്ടെങ്കിൽ ആ എല്ലാ കുട്ടികളെയും താലോലിക്കണം, ഒന്ന് ക്ഷയിക്കാനെങ്കിലും കൊടുക്കണം, അല്ലെ? അല്ലെങ്കിൽ ഒന്ന് കവിളത്തെങ്കിലും ഒരു തട്ടലെങ്കിലും ചെയ്യണം. അപ്പൊ എല്ലാവരും ആ സ്നേഹത്തിന് അനുഭൂതി അറിഞ്ഞു. പക്ഷെ നേരെ ഇപ്പോഴും അങ്ങനെ ഉള്ളവരുണ്ട്. ചിലവര് വന്നിട്ടാണെങ്കിൽ ഒരു കുട്ടിയെ മാത്രം നുള്ളിപ്പോ. അപ്പൊ മറ്റുള്ള കുട്ടികൾ എന്താ ഉണ്ടാവുന്നത്? അവരും ചിന്തിക്കില്ലേ, എന്തുകൊണ്ട് എനിക്ക് എന്നെ അവര് തൊട്ടില്ല, അല്ലെങ്കിൽ എന്നെ അവരെന്തെങ്കിലും ആളിച്ചില്ല, ഇല്ലേ? അപ്പൊ അതൊക്കെ നമുക്കൊരു ഈ ചെറിയ കുരുന്ന മനസ്സുകളെ വേദനിപ്പിക്കുന്ന ഒരു ചെറിയൊരു കാര്യങ്ങൾ തന്നെയാണ്. അത് മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇപ്പൊ പറഞ്ഞത് രക്ഷകർത്താക്കൾ എന്നുള്ള രീതിയിലല്ല, രക്ഷകർത്താക്കൾ എന്ന രീതിയിൽ നമ്മൾ പുറത്തു പോയാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ. ഒരു കുഞ്ഞു മക്കളെയും ആരെയും പക്ഷാഭേദം എന്ന് കാണിക്കാതെ എല്ലാവരും സ്നേഹം. ഈ സ്നേഹം എന്ന സാധനം നമ്മുടെ ഇതിലുണ്ട്, മറ്റൊരിടത്തേക്കും ഇതിനു വേണ്ടി പോവില്ല. അപ്പൊ നമ്മുടെ കുട്ടികൾ നമ്മളെ ഏറ്റവും ആദ്യമായി കൊടുക്കുന്നത് സ്നേഹം, ഒരു തലോടൽ, അല്ലെ? നമ്മൾ എത്ര തിരക്കുള്ളവരായിക്കോട്ടെ, കുറച്ചു നേരം അവരെ കൂടെ അവിടെ ഇരിക്കുക, ഒന്നിരുന്ന്. സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പോയി വിശേഷങ്ങൾ അന്വേഷിക്കാം, അല്ലെ? ഇന്ന് എന്തായിരുന്നു, ഇന്ന് എന്തായിരുന്നു വിശേഷം, ഇന്ന് എന്തൊക്കെ എടുത്തു, ടീച്ചർ എന്തൊക്കെ പറഞ്ഞു തന്നു, ഇന്ന് ക്ലാസ് അങ്ങനെയൊക്കെ നമ്മൾ വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ആ കുട്ടികള് അന്നത്തെ ഒരു ഡയറി, അല്ലെ, അതെല്ലാ ഡയറി നമ്മളോടായിരിക്കും പറയുന്നത്. അതൊക്കെ കാണുമ്പോ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ? ആ കുട്ടികളുടെ ഓരോ അനുഭവങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടു എന്ന് കുട്ടികൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എന്താ, അങ്ങനെയൊക്കെയുള്ള കുട്ടികൾ ഒരിക്കലും മറ്റുള്ള തരത്തിലേക്കൊന്നും പോവില്ല. അവരൊക്കെ എപ്പോഴും നമ്മുടെ നല്ലൊരു പാരന്റിന്റെ കൂടെ, അല്ലെങ്കിൽ നല്ലൊരു പാരന്റ്, പോസിറ്റീവ് പാരന്റിന്റെ ആവശ്യം അവിടെ ശരിക്കും പറഞ്ഞാൽ വരേണ്ട ആവശ്യമില്ല. കാരണം അവര് ഒരു വീട്ടിലെ രക്ഷാകർത്താവും കുട്ടികളും ആ ഒരു സ്റ്റേജിലേക്ക് വരാതെ ഒന്ന് ചെയ്യുമ്പോ അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ? അപ്പൊ നാളെ ഒരിക്കലും നമ്മൾക്ക് ഇങ്ങനെ ഒരു സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ, നാളെ നമ്മുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയണ, നമ്മളിപ്പോ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇതുപോലെ ഒരു കുട്ടിയെ കാണുകയാണെങ്കിൽ നമുക്ക് അവർക്ക് കൊടുക്കാൻ സ്നേഹമാണ്. ഈ നമ്മോട് ഇങ്ങനെ സ്നേഹത്തോടെ സംസാരിച്ചാൽ പോലും ഇല്ലെങ്കിൽ പോലും നമുക്കൊരു കുട്ടിയോട് ഒന്ന് നുള്ളിയായാലും ഒരു കുശലം പറഞ്ഞായാലും നമ്മുടെ സ്നേഹം അങ്ങനെയൊക്കെ പ്രകടിപ്പിക്കാം. അല്ലാതെ കുറേ ഗിഫ്റ്റ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മളെ ഡ്രസ്സ് കൊടുത്തിട്ടോ അങ്ങനെയൊന്നും നമുക്ക്, അത് സ്നേഹം അങ്ങനെ പ്രകടിപ്പിക്കുന്ന രീതികളാണത്. അല്ലാതെ യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം നമ്മുടെ കൂടെ ഒരു ആശ്വാസമായിട്ട് നമ്മുടെ മക്കളുടെ കൂടെ ഇരുന്നാൽ അവർക്കത് ഏറ്റവും വലിയ സമ്മാനമായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഓരോ രക്ഷകർത്താക്കളും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ആത്മാർത്ഥതയോട് കൂടി അവരുടെ കൂടെ ചെലവഴിക്കാനുള്ള സമയം കണ്ടെത്തി അവരുടെ ദുഃഖങ്ങൾ, അല്ലെ, ആഗ്രഹങ്ങൾ എല്ലാം മനസ്സിലാക്കി. ചില കുട്ടികളുണ്ടാവും നമ്മൾക്ക് അത് ഒരാഗ്രഹങ്ങൾ ഉണ്ടായിട്ട് അത് സഫലമാക്കാതെ ഇരിക്കുന്ന എത്രയോ കുട്ടികളുണ്ടാവും, ഇല്ലേ? ഇപ്പോ ഞാൻ റെമിഡേറ്ററിന്റെ ക്ലാസ്സിൽ എടുത്തപ്പോ ഒരു കുട്ടി
കുട്ടി അമ്മ ജോലിക്ക് പോകുന്നു. അതൊക്കെ ഭയങ്കര ഫീൽ ചെയ്തൊരു സംഭവമാണ്. അമ്മ ജോലിക്ക് പോവാണ്. അപ്പൊ കുട്ടിക്ക് അമ്മ കാലത്തെ പോകും. ഒരു കുട്ടി 6 ഏഴിലും പഠിക്കുന്ന കുട്ടിക്ക് ഒരമ്മ രാവിലെ എന്തൊക്കെയാ ചെയ്യുന്നത് അല്ലെ? നമ്മൾ രാവിലെ കുട്ടിക്ക് പഠിക്കാൻ പോകാനുള്ള എല്ലാ കാര്യങ്ങളും വീട്ടിൽ ചെയ്തു കൊടുക്കുന്നുണ്ട് അല്ലെ? അതുപോലെ സ്കൂളിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവന് അല്ലെ, അവന്റെ ഡ്രസ്സ് മാറി അവൻ തരുമ്പോ അതെടുത്ത് കൈ പിടിക്കുക, അതുകൊണ്ടൊന്ന് കഴുകാനുള്ള കൊണ്ടുവന്നിട്ട് അവന്റെ ബാഗൊക്കെ ഇതാക്കുക, അങ്ങനെയൊക്കെ ഒരു ഇതില്. അപ്പൊ അത് അവൻ ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും ഒരു കുട്ടി അത് ആഗ്രഹിക്കുന്നുണ്ട്. ആ കുട്ടി പറഞ്ഞതാണ്, ആഗ്രഹമുണ്ട്. അത് അപ്പൊ എന്തുകൊണ്ട് അവന്റെ അമ്മയില്ല, അവന്റെ അമ്മ ജോലിക്ക് പോവുകയാണ്. അപ്പൊ അവന്റെ അമ്മയില്ല. അവൻ വന്നു കഴിയുമ്പോ ആ ബാഗ് വാങ്ങി അതൊന്ന് കൊണ്ടുപോയി വെക്കാനും അവൻ അന്നിട്ട യൂണിഫോം ഊരി അത് നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കാനും ഒന്നും ആഗ്രഹമുണ്ട്. പക്ഷെ അമ്മയില്ല, അമ്മ ജോലിക്ക് പോകണം. അപ്പൊ ഞാൻ പറഞ്ഞു അന്നാണ് അതല്ല വിഷമുണ്ട് എന്ന് ചോദിച്ചു. അപ്പൊ വിഷമുണ്ട്, അതൊരു 6 ഏഴും കൊല്ലം പഠിക്കുന്ന കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ അത്രയൊന്നും ആയിട്ടില്ല. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അവന് എങ്ങനെയൊക്കെ നോക്കുന്ന കുട്ടിയാണ് അല്ലെ? നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള അത്രയുള്ള പിള്ളേർക്ക് നമുക്ക് എന്താ കൊഞ്ചല കുറച്ച് കൂടും അല്ലെ? അപ്പൊ ആ ഒരു കുട്ടികളാണ് ഒറ്റപ്പെട്ടിട്ട് അങ്ങനെ ഒരു അഭാവത്തിൽ ദുഃഖമുണ്ടെന്ന് നമ്മളോട് പറയുമ്പോൾ നമുക്കത് ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കുരുന്നു മനസ്സുകൾ ഇപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ അമ്മനോട് പോയപ്പോ അമ്മ പറയണേ, അതുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ജോലിക്ക് പോവാതിരുന്നാല് വീട്ടിലത്തെ കാര്യങ്ങൾ നടക്കില്ല. അപ്പൊ സ്നേഹങ്ങൾ കൊടുക്കാൻ പറ്റാത്ത ഇടങ്ങളുണ്ട് അല്ലെ? സ്നേഹങ്ങൾ കൊടുക്കാനും അവർക്ക് ഇതുപോലെ ആ കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ഒരു കണ്ടീഷൻ കൊടുക്കാൻ പറ്റുമോ? നീ ഇന്ന പാസ്സായി കഴിഞ്ഞാൽ നിനക്ക് ഗിഫ്റ്റ് തരാന്ന് അവർക്ക് പറ്റില്ല. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ 2 തട്ടുണ്ട് അല്ലെ? പാരന്റിങ്ങിന്റെ 2 ഭാവങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഒന്നും ചെയ്യും, എല്ലാം ചെയ്യാൻ എനിക്ക് പറ്റും, പക്ഷെ എനിക്ക് നടക്കുന്നില്ല എന്ന് വെച്ച പാരന്റ് ഉണ്ട്. അവർക്ക് അപ്പൊ ആ അമ്മക്ക് സ്നേഹിക്കാനുള്ള അവരുടെ ആ ഒരു വിഷയം ജോലിയും അവരുടെ അങ്ങനെ ആ ഒരു ഇതിലിരുന്ന് കഴിഞ്ഞാൽ അവിടെ വീട്ടിലെ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പാരന്റിങ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറയണേ, കുട്ടികള് പല വൈവിധ്യ മേഖലകളിൽ നിന്നാണ് ഉള്ള കുട്ടികളുണ്ട്. പക്ഷെ ചില കുട്ടികള് ആ ഒരു ഇതൊന്നും വകവെക്കാതെ, കാരണം അവസ്ഥകളെയൊക്കെ മാനിച്ചുകൊണ്ട് നല്ലൊരു കുട്ടികളായിട്ട് വളർന്ന കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെ അമ്മയോ അച്ഛനോ ഇല്ല, അല്ലെങ്കിൽ അമ്മ ഞങ്ങളെ നോക്കാതെ അമ്മ ജോലിക്ക് പോണ്, അങ്ങനെ കുട്ടികൾ സമൂഹത്തിൽ നിന്ന് ഈ മറ്റുള്ള ദുശീലങ്ങളിലേക്കൊന്നും പോകുന്നില്ലല്ലോ. ചില കുട്ടികൾ അവരൊക്കെ സമൂഹത്തിന്റെ മുന്നിൽ നല്ല കുട്ടികളായിട്ട് വളർന്നു വരുന്നുണ്ട്, നല്ലൊരു പൊസിഷനിൽ എത്തുന്നുണ്ട് ഇല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവർക്കൊക്കെയാണ് ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ അതിലേക്ക് ഞാൻ കൂടുതൽ ആ ഒരു തെറ്റെന്നല്ല പറയുന്നത്. പക്ഷെ ആ സമയത്തും അവർക്കൊരു പാരന്റിങ്ങിന്റെ ഇതില്ല. നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് നമ്മള് എന്താ വാങ്ങിക്കുക, അവർക്ക് ചോദിക്കുന്ന കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക, ഓരോ കാര്യങ്ങൾ എന്താ ആവശ്യപ്പെടുന്നുവോ അത് അതിന്റെ പോലെ ചെയ്യുക. ഡ്രസ്സിന് വേണോ ഡ്രസ്സിന് ഡ്രസ്സ്, പൈസ എന്ത് വേണോ പൈസക്ക് പൈസ. ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചില കുട്ടികൾ ശരിയാകും എന്നുള്ളൊരിത് നമുക്കില്ല. കാരണം അങ്ങനെ കൊടുക്കുന്ന കുട്ടികള് അത് അമിതമായി കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടിലേക്കും വരും അല്ലെ? അപ്പൊ എല്ലാനും അപ്പൊ അതിൻ്റെതായ ഓരോ കാര്യങ്ങള് അത് ലെവലിൽ ചെയ്ത് അല്ലെ? ആ ലെവലിൽ ഏത് ലെവലാണോ അവിടെ സ്യൂട്ടായിട്ട് വരുന്നത് ആ ലെവലിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു പേരന്റിന്റെ കടമ. അത് കഴിഞ്ഞാൽ പേരന്റ് ഇത് ഓവറായി കഴിഞ്ഞാൽ ഇത് ബുദ്ധിമുട്ടുമാകും. ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നില്ലേ? എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും എല്ലാ സുഖ സൗകര്യവും കൊടുത്തിട്ടും കുട്ടികൾ വഴിതെറ്റി പോകുന്നത്. ഇപ്പൊ നമ്മുടെ അടുത്ത് തന്നെ ആളുടെ കുട്ടി അല്ലെ, ഏതോ ന്യൂസിൽ ഞാൻ കണ്ടു, എന്തോ ഒരു ഇതും കൂടി എന്നാലോ അവര് നല്ല പാരന്റിങ് ആണ്, നല്ലോണം കെയർ ചെയ്യുന്ന കുട്ടിയാണ് അല്ലെ, സ്നേഹത്തിന് സ്നേഹം ഇതൊക്കെ. അപ്പൊ അത് തന്നെയാണ്, നമ്മൾ എന്തോരം സ്നേഹം കിട്ടിയാലും മറ്റുള്ള രീതിയിലേക്ക് പോകുന്ന കുട്ടികളും ഉണ്ട്. അപ്പൊ പരമാവധി നമ്മള് നല്ലൊരു പേരന്റ് ആകാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നമ്മൾ സ്നേഹം കൊണ്ട് തോൽപ്പിക്കാൻ പറ്റാത്ത ഒന്നും തന്നെ ഈ ഭൂമിയിൽ ഇല്ല എന്നാണ് പറയുന്നത് അല്ലെ? അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം കൊണ്ട് നമ്മളെ അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിട്ട് കാണുക. അപ്പൊ സ്നേഹത്തോടെ തന്നെ നമ്മുടെ മക്കളെ പരിചരിക്കുക. നമുക്ക് കൊടുക്കാവുന്ന അതാണ്. മറ്റുള്ള വില കൂടിയ ഗിഫ്റ്റുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ
അപ്പൊ കുട്ടികളോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് മനസ്സിലാകും. അപ്പൊ സ്നേഹത്തോടുള്ള പറഞ്ഞാലും അപ്പൊ അതിനുള്ള കഴിവ് ശരി തന്നെ, എല്ലാ കഴിവുകളും നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ അത് മനസ്സിലാക്കാനുള്ള കഴിവുകളും വേണം. ശരി തന്നെയാണ്. അപ്പൊ എല്ലാ കുട്ടികളും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ, ഇപ്പൊ നമ്മൾ രക്ഷകർത്താക്കൾ നമ്മൾ വിചാരിക്കുന്നു നമ്മൾ കുറച്ച് സ്നേഹം കൊടുത്താലും നമ്മളൊരു ഗിഫ്റ്റ് കൊടുത്താലും നമ്മുടെ കൈകളിൽ ഒതുങ്ങുന്ന കുട്ടികളാണോ? ചിലവർ അങ്ങനെയല്ല അല്ലെ? എത്രയോ കുടുംബങ്ങളുണ്ട് നമ്മള് സ്നേഹം കൊടുത്തു എല്ലാം കൊടുത്തിട്ടും മാറിപ്പോയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടികളുണ്ട് ഇല്ലേ? ഇപ്പോ ഉദാഹരണങ്ങളായിട്ട് നമുക്ക് കുറെ കാണാൻ കഴിയും. അപ്പൊ അവരെന്തുകൊണ്ട് അങ്ങനെ നീങ്ങുന്നു എന്ന് ചോദിച്ചാൽ ചില സമയത്ത് ചില രക്ഷകർത്താക്കൾക്ക് എല്ലാ സുഖങ്ങളും കൊടുക്കുന്ന രക്ഷകർത്താക്കളോട് നമ്മൾ ചോദിക്കും, നിങ്ങൾ നല്ലൊരു പാരന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറഞ്ഞു നല്ലൊരു പാരന്റ് ആണ് തീർത്തും പറഞ്ഞു കഴിഞ്ഞാൽ, എന്നിട്ടും കുട്ടികൾ മറ്റൊരു ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന് ഉത്തരവില്ല ഇല്ലേ? അപ്പോ അങ്ങനെയുണ്ട്. അപ്പൊ പിന്നെ നമ്മള് ഗുഡ് പാരന്റ് ആകാനായിട്ട് നമ്മള് ശരിക്കും കഴിയണം. നമ്മളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് അതിന്റെ രീതിയിൽ എടുക്കാനുള്ള കഴിവ് കുട്ടികൾക്കും ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെ ഒരു പാരന്റ് ആകാനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളും ആ ഒരു രീതിയിലേക്ക് വരുവാനും അവരെ നല്ലൊരു കുട്ടികളായിട്ട് സമൂഹത്തിന്റെ മുന്നിൽ നമ്മൾക്ക് എത്തിക്കുവാനും കഴിയും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ ഈ പറയുന്ന ഓരോ കാര്യങ്ങൾ അല്ല, ഇതിനേക്കാളും ഡിഫറെന്റ് ആയിട്ട് ഓരോ പേരന്റിന്റെ അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവും. നമ്മുടെ സമൂഹത്തിൽ കാണുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോ നല്ല അനുഭവിച്ച പേരന്റും പൊട്ട അനുഭവിച്ച പേരന്റും ഒക്കെ ഉണ്ടാവും. അപ്പൊ അഭിപ്രായങ്ങൾ പലതാണ്. കുട്ടികളോടുള്ള അഭിപ്രായങ്ങൾ പല പല രൂപത്തിലാണ് നമ്മൾക്ക് കിട്ടുവാനുള്ളത്. അപ്പൊ നമ്മളിപ്പോ ഈ രണ്ട് സെക്ഷനിലും ഗുഡ് പാരന്റ് എന്നുള്ള ഇതും ഗുഡ് പാരന്റ് കൊടുക്കാൻ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിട്ടും കഴിയാതെ ഇപ്പൊ പോകുന്ന ഒരു സെക്ഷനും കൂടിയുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു സെക്ഷനും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മൾക്ക് കാണാൻ കഴിയും ഒരു ഗുഡ് പാരന്റ് ചെയ്യുന്ന ധർമ്മങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കുട്ടിയെക്കാളും കൂടുതലായിട്ട് ഒരു പാരന്റിന്റെ ഒരു കെയറും ഇല്ലാത്ത കുട്ടികൾ ചിലവര് എന്തുണ്ടാവും അന്നറിയാമോ? അവരുടെ ഉള്ളില് ആ വാത്സ്യത്തിൽ സ്നേഹത്തിന്റെ ഒരു ആഴം നന്നായിട്ടുണ്ടാവും. അതായത് ആ കുട്ടികൾക്ക് മനസ്സിലാക്കുന്ന ഒരു കഴിവുണ്ട്. എന്ത് ശരി എന്ത് തെറ്റ് എന്ന് മനസ്സിലാക്കുന്ന കഴിവുകൾ ചില കുട്ടികൾക്ക് ഉണ്ടാവും. ചില കുട്ടികൾ എന്ത് കാര്യങ്ങൾ ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും, മനസ്സിലാക്കും. ചിലര് കുട്ടികളിൽ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അതനുസരിച്ചാണ് ഈ പോകുന്നവരുണ്ട് ഇല്ലേ? എല്ലാം സഹിച്ച് അവരുടെ ഒപ്പത്തിനൊപ്പം പോകുന്നവരുണ്ട്. എക്സാമ്പിൾ ഒരുപാടുണ്ട്. അത് ഒരുപാട് എക്സാമ്പിൾ നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ വീടിന്റെ സാഹചര്യങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കി പോകുന്ന കുട്ടികൾ ഇപ്പോഴും ഉണ്ട് ഇല്ലേ? അവരും ഉയർന്നു വരുമ്പോൾ നല്ലൊരു ജീവിതത്തിലേക്ക് നീങ്ങുന്നു, നല്ലൊരു പൊസിഷനിലേക്ക് എത്തുന്നു. എന്നുകൊണ്ട് നമ്മൾ ഗുഡ് പാരന്റ് ആയിട്ട് വളർത്തിക്കൊണ്ടു പോകുന്ന കുട്ടികൾ എത്തുന്നില്ല എന്നല്ല പറയുന്നത്. നമ്മൾക്ക് ഒരു പാരന്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ കുട്ടികളോട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് അതിൻ്റെതായ രീതിയിൽ ചെയ്തു പോയി അവരുടെ കൂടെ ഒരു മാതൃകായ അച്ഛനും അമ്മയും ആകാൻ നമുക്ക് കഴിഞ്ഞാൽ അവരും അതിൻ്റെതായ രീതിയിൽ നല്ലൊരു ബിഹേവിയറായി ഉള്ള കുട്ടികളായിട്ട് മാറും. ഹലോ, എക്കാർട്ട് ടോളയുടെ ചിന്താഗതി അനുസരിച്ച് ആൾക്കൊരു കത്ത് എഴുതിയിട്ടുണ്ട്. ആ കത്ത് ഒരു മകൻ ഈ എക്കാർട്ട് ടോളക്ക് ഇവിടെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. പറയാം ഞാനിവിടെ. ഒരു വ്യക്തി ഈ എക്കാർട്ട് ടോളക്ക് ഒരു കത്ത് എഴുതുകയാണ്. കാത്തിട്ടുണ്ടെങ്കിൽ ആള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മ എല്ലാ കാര്യത്തിലും എന്നെ വിമർശിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് അവരുടെ സ്ഥാനത്തിൽ എനിക്ക് എപ്പോഴും ഭയമായിരുന്നു. എന്തുകൊണ്ട്? അമ്മ എപ്പോഴും ഒരേ കാര്യങ്ങൾ അവനെ പോലെ ഇവനെ പോലെ ആകണം, അല്ലെ അവന്റെ കണ്ടുപിടിക്ക് ഇത് കണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർ എപ്പോഴും ഇതായിക്കണം. അപ്പൊ എപ്പോഴും അതിൽ ഭയമായിരുന്നു. അവരുടെ പ്രതീക്ഷകൾക്കൊത്ത ഉയരാൻ താൻ എപ്പോഴും ശ്രമിക്കുമായിരുന്നു. എന്നാൽ ആ വിമർശനങ്ങൾ ഇനി എനിക്ക് താങ്ങാനാവില്ല.
3 വർഷം മുന്നേ അവരുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. പക്ഷേ ഇപ്പോൾ ഞാൻ വേദന നിറഞ്ഞ ഭയവും കുറ്റബോധവും വെറുപ്പും അനുഭവിക്കുന്നു. ഞാൻ തീർത്തും തളർന്നിരിക്കുകയാണ്. ദയവായി എന്നെ സഹായിക്കുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങള് എക്ഹാർട്ട് ടോളെ അയാൾക്ക് മറുപടി നൽകിയതാണ്. നിങ്ങളൊരു അസ്വസ്ഥതയിൽ നിന്ന് മറ്റൊരു തരത്തിലുള്ള അസ്വസ്ഥതയിലേക്ക് മാറിയിരിക്കുകയാണ്. നിങ്ങളുടെ അമ്മ പറയുന്നത് എന്തും അവരുടെ മനസ്സിൽ കണ്ടീഷനിങ് വിധേയമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അവർ പഴയ റെക്കോർഡ് അല്ലെങ്കിൽ CD ആവർത്തിച്ച് പ്ലേ ചെയ്യുന്നത് പോലെയാണ്. അവരുടെ വായിൽ നിന്ന് വരുന്നതെന്തും അവരുടെ ജീവിതകാലം മുഴുവൻ രൂപപ്പെട്ട ആ പഴയ ചിന്താഗതിയുടെ ആവർത്തനം മാത്രമാണെന്ന് മനസ്സിലാക്കുക. ഒരു പക്ഷേ അവരുടെ അമ്മയിൽ നിന്നായിരിക്കാം അവർക്ക് ആ രീതി ലഭിച്ചത്. അത് ശരി തന്നെയല്ലേ? കാരണം ആ നമ്മുടെ പൂർവികന്മാര് പറഞ്ഞു കേട്ടത് തന്നെയാണ് ഈ മോനോടും ആവർത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവർ ആവർത്തിക്കുന്നതാണ് അദ്ദേഹം ഈ മറുപടി കൊടുത്തത്. അപ്പൊ ഈ 46 വർഷമായി അമ്മ പറയുന്ന കാര്യങ്ങൾക്ക് എന്തോ അർത്ഥമോ പ്രാധാന്യമോ ഉണ്ടെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടാകാം. എന്നാൽ അടിസ്ഥാനപരമായി അത് അവരുടെ മനസ്സിന്റെ വെറും ബഹളം മാത്രമായിരുന്നു. തന്റെ മനസ്സ് ആവർത്തിച്ചു പറയുന്നതാണ് സത്യമെന്ന് അവർ വിശ്വസിച്ചു. അമ്മ ആ പദവി അപ്പുറത്തെ ചിന്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പൊ അമ്മ എന്ന പദവിക്ക് അപ്പുറത്തേക്ക് ചിന്തിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിന്റെ മറുപടി അതായിരുന്നു. അപ്പൊ ഈ നമ്മുടെ കുട്ടികളോട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് ഒക്കെ പറയുന്നത് നമ്മളുടെ ആ ഒരു അനുഭവത്തെ കുറിച്ചിട്ടുള്ള ഇതിലാണ് ഓരോരുത്തരും നമ്മുടെ കുട്ടികളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ? അദ്ദേഹത്തിന്റെ ആ ഒരു മറുപടിക്ക് അനുസരിച്ചുള്ള ഇതായിരുന്നു എക്കാർട്ട് ടോളയുടെ. മനസ്സിലായി? അപ്പൊ നമ്മൾ ഒരു ഗുഡ് പാരന്റ് ആകാനായിട്ട് നമ്മൾ തന്നെ വിചാരിക്കണം. ായ ആ ഒരു ബിഹേവിയർ ആണ് നാളെയുള്ള നല്ല കുട്ടികളെ വാർത്തെടുക്കാനുള്ള മുഖ്യ ഘടകം. ഓക്കെ, മാം. ഹലോ മാം. ഹലോ എന്താ മാം? ഹലോ മാം. പറഞ്ഞോ. അല്ല, എന്തെങ്കിലും ചോദിക്കാനോ അല്ലെങ്കിൽ ഒരു ചർച്ച ചെയ്യാനുണ്ടോ? ഗുഡ് പാരന്റിന്റെ കുറിച്ചിട്ട് എന്തെങ്കിലും അനുഭവക്കുറിപ്പുകളെല്ലാം പറയാനുണ്ടോ എന്ന് ചോദിക്കാൻ. ഓക്കെ. നമ്മളെ സെക്ഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം, സജഷൻ എന്ന് വെച്ചാൽ ഷെയർ ചെയ്യാട്ടോ മാമിനായിട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. നല്ല ക്ലാസ് ആയിരുന്നു. ഈ ഗുഡ് പാരന്റിങ് എന്ന് പറയുമ്പോൾ കുറച്ചധികം കുട്ടികളെ എന്ത് കൊടുത്താലും പന്നലായി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അത് തന്നെ ഒരു മാർഗം എന്താണ്? അത് തന്നെ ഡീൽ ചെയ്യാൻ. എന്ത് കൊടുത്താലും മാം, നമ്മള് എക്സാമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഓൾഡുള്ള കാലഘട്ടത്തിലേക്ക് തിരിക്കുകയാണ് എങ്കിൽ ഞാൻ അവിടെ നിന്ന് തുടങ്ങും. എന്ത് കൊടുത്താലും തികയാത്ത ഒരു ഇത് വരുന്നുണ്ട്. കുറച്ചും കൂടി ഓൾഡുള്ള നമുക്ക് ഈ ചർച്ച തുടങ്ങാം. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഒന്നും കിട്ടാതെ വളർന്ന ഒരു പാരന്റിന്റെ ഇത് കിട്ടാതെ വളർന്ന ഒരു സെക്ഷനിൽ പെടുന്ന ആൾക്കാരാണ്. പക്ഷെ അത് നമ്മൾക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ഉള്ളൊരു കഴിവുണ്ടായിരുന്നു നമുക്ക്. അതായിരുന്നു നമ്മുടെ വിജയം. അതായത് നമ്മൾക്കത് കിട്ടില്ല. അതായത് എത്ര വാശി പിടിച്ചാലും, ഇപ്പോ ഒരു കുട്ടിക്ക് വാശി പിടിച്ചാൽ പാരന്റ് സമ്മതിക്കില്ല. ഇപ്പോഴത്തെ തലമുറയുടെ പാരന്റ് സമ്മതിക്കില്ല. എന്താ പറയാ, അത് അവിടെ നിക്ക്, ഇവിടെ നിക്ക്, അത് കിട്ടും എന്നത്. അപ്പൊ അത് പാരന്റ് അച്ഛനോ ആരോ അമ്മയോ ഇതിൽ ആരെങ്കിലും ഒരാൾ ഇങ്ങനത്തെ ഒരു ഒപ്പീനിയൻ എന്തായാലും കൊണ്ടുവരും. ബട്ട് ഏതെങ്കിലും ഒരു ആള്, അതായത് അമ്മ, അച്ഛന്റെ വർത്താനം കഴിഞ്ഞ് ഇതിനെ സമാധാനിപ്പിക്കാൻ പറയാം, അതേ അച്ഛൻ പറഞ്ഞു വെറുതെ, അല്ലെങ്കിൽ അമ്മ പറഞ്ഞു വെറുതെ, അത് ഞാൻ വാങ്ങിച്ചു തരാം, എടുത്തുതരാം. അപ്പൊ കുട്ടിക്ക് അവിടെ എന്താ ഉണ്ടാവുക? ഒരു നാളത്തെ കാര്യം അത് ഇവിടെ നിന്ന് സെറ്റ് ആവും. അപ്പൊ ഈ ഇപ്പോഴത്തെ തലമുറയുടെ കാര്യം ഇത് പറയണ. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് അവിടെ എന്താ സംഭവിക്കുന്നറിയോ? കുട്ടി രണ്ടുപേരെയും വിലയിരുത്തേണ്. അതായത് എന്റെ അമ്മയോട് ചോദിച്ചിട്ട് കിട്ടാത്ത സാധനം എന്റെ അച്ഛനോട് ആയിക്കോട്ടെ കിട്ടി. അപ്പൊ ആ കുട്ടിക്ക് അവിടെ രണ്ട് ചോദ്യങ്ങൾ വരെയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ
ഇത് ആരുടെ നിന്നാണോ നമുക്ക് കിട്ടാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അവരോടായിരിക്കും കുറച്ച് സ്നേഹം കൂടുതൽ. ഇത് വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ എന്തൊക്കെ ഈ ഇത് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാലും കുട്ടികൾക്ക് അവരുടെ ചിന്തയില് അവർക്കത് കിട്ടുന്നുണ്ടല്ലോ. അവർക്ക് അത് കിട്ടുന്ന സമയം വരെ ഉള്ളൂ അവർക്ക് അതിന്റെ ഒരു ഇത്. ചില കുട്ടികള് കിട്ടാൻ വേണ്ടി സ്നേഹിക്കുന്നവരുണ്ട് രക്ഷകർത്താക്കളെ, ഇല്ലേ? കിട്ടിക്കഴിയുമ്പോൾ അവരവർ പാടിച്ചു പോകും. അപ്പോ നമ്മളിപ്പോ അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവരുടെ സ്നേഹത്തോടെ തന്നെ നമുക്ക് ഇരുത്താം, നമ്മുടെ കൂടെ കൂട്ടാം. കൂട്ടിയിട്ട് അവരുടെ സ്നേഹത്തോടെ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ആ ഒരു രീതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവര് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിൽക്കും ഒരു പരമാവധി. പിന്നെ നമുക്ക് എന്തെന്നാ പറയാ, കാരണന്മാരെ പറയും നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കാത്തവരെന്തിനാ എന്നും പറഞ്ഞാൽ അവർ അവോയ്ഡ് ചെയ്യരുത്. പക്ഷെ സ്നേഹം എന്ന് പറഞ്ഞൊരു ഇതുണ്ട് എങ്കിൽ നമ്മുടെ കുട്ടികളെ 100% നമ്മുടെ അധീനതയിൽ എത്തിക്കാൻ പറ്റും. അതിന് നമ്മള് എന്തും വാങ്ങിച്ച്, എന്തും എന്ന് പറഞ്ഞാൽ അതാണ് അവിടെ ഈ എന്തും വാങ്ങിച്ചു കൊടുത്തിട്ടും നമ്മുടെ കൂടെ നിൽക്കാത്ത ഒരു കുട്ടികൾ എന്ന് പറയുമ്പോ എന്തും വാങ്ങിച്ചു കൊടുക്കണം അവരുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് വരുന്നത്. അതായത് ആ കുട്ടികൾ എന്തും വാങ്ങിച്ചു കൊടുക്കാനായിട്ട് മുന്നിൽ നമ്മൾ പേരൻസ് പോയാൽ കുട്ടികൾ വീണ്ടും വഷളാകുകയാണ്. അത് ഈ എന്തും വാങ്ങിച്ചു കൊടുക്കുന്നതിൽ ഒരു എന്ത് കൊടുക്കുക, ഒരു ഇതുണ്ട്, അതിനൊരു ആ ഒരു ഇതുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് എനിക്ക് ഇന്നലെ ഇത് കിട്ടി, അപ്പൊ ഇന്നത് കിട്ടാൻ ചാൻസ് ഇല്ല, അപ്പൊ നിനക്കിത് ഓവറാ. അപ്പൊ നമ്മൾ തന്നെയാണ് നമ്മുടെ കുട്ടികളെ ചീത്ത ആക്കുന്നതും നമ്മൾ തന്നെയാണ്. എന്ത് സാധനം വാങ്ങിച്ചു കൊടുത്തിട്ടും അവന് നമ്മളോട് ഒരു ഇതും കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാല് അവൻ നമ്മൾ വാങ്ങിച്ചു കൊടുത്ത സാധനങ്ങൾക്കൊക്കെ എന്താ പറയാ ഒരു കടലാസ് വില ഇല്ലാത്ത വിലയാണ് അവൻ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചോദിക്കുന്ന സാധനങ്ങൾ കുട്ടികൾക്ക് പരമാവധി അത് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം. ഒരു കുട്ടിക്ക് എന്താണ് ആവശ്യമുള്ളത് അത് മാത്രം. അനാവശ്യമായ ആ കുട്ടി എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അതിൻ്റെതായ ഭവിഷ്യത്ത്, അതിന്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ച് നമ്മൾ ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാകണം. മനസ്സിലായില്ല? അതാ എന്തും വാങ്ങിച്ചു കൊടുക്കുന്ന പറഞ്ഞ അതിൽ പല കാര്യങ്ങളുണ്ട്. നമ്മൾ കുട്ടിക്ക് ആവശ്യമുള്ളത് മാത്രം കൊടുക്കുക, അനാവശ്യമായി ഒന്നും അതിലേക്ക് ആഡ് ചെയ്യണ്ട. അനാവശ്യമായി എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ എന്ത് സാധനങ്ങളും കൊടുത്തിട്ടും അവൻ നമ്മളോട് ഇതിലേക്ക് ഇതാണ്. അപ്പൊ അവന് കിട്ടാവുന്ന കാര്യങ്ങളൊക്കെ കിട്ടി, പിന്നെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. അവന് ചിന്ത അങ്ങനെയാണ് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമുള്ളത് മാത്രം കൊടുക്കുക, അനാവശ്യമായ ഒന്നും ഒരളവുണ്ട് അതിന്. എന്തിനും ഒരളവിൽ കൂടിക്കഴിഞ്ഞാൽ അമൃത് വിഷം എന്ന് പറയില്ലേ, അതുപോലെ തന്നെയാണ് അത്. ഇപ്പൊ ഒരുപാട് ഇപ്പൊ നമ്മൊരു ഫുഡ് കഴിക്കുന്നു അളവിൽ കൂടുതലായി, അത് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെയാണ് എന്തും. അപ്പൊ ആ ഒരു നമ്മൾ പാരന്റായ നമ്മൾ അത് വളരെ ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് നമ്മളോട് സ്നേഹം കുറയാനും അത് തന്നെ മതി. എല്ലാം അപ്പൊ നമ്മളോടും അത് തന്നെ കാണിക്കും. അപ്പൊ പിന്നെ ആ ചോദിക്കുന്ന സാധനങ്ങൾ അതിന്റെ രൂപത്തിൽ എന്താണോ വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നത് അത് ആ അളവിൽ തന്നെ വാങ്ങിച്ചു കൊടുക്കുക. അതിൻ്റെത് അപ്പുറത്തേക്ക് ആവശ്യം അവര് പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ഗുണങ്ങളും ദോഷഫലങ്ങളും അവരെന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പൊ ആ കുട്ടികൾ കുറച്ചും കൂടി നമ്മൾ കുറെ കുട്ടികൾക്ക് നമ്മൾ പറയാതെ അറിയാതെ ഒരു കാര്യം ഇല്ല, നമ്മൾ പറഞ്ഞാൽ ഒരിക്കലും അറിയാവും പറ്റൂ. അത് നമ്മൾ എന്തുകൊണ്ട് ചില കുട്ടികളോട് നമ്മൾ പറയാനായിട്ടിരിക്കും, പക്ഷെ പറയില്ല. അതിനോട് പറഞ്ഞു കഴിഞ്ഞ് വിഷമമാകുമോ എന്നൊരു ചിന്ത വരും. എന്തിനു വിഷമിക്കുന്നു? പേരന്റായ നമ്മൾക്ക് നമ്മുടെ കുട്ടികളോട് എല്ലാം പറയാം. അതറിയണം. നമ്മുടെ വീടിന്റെ ചുറ്റുപാട്, നമ്മുടെ ജീവിത രീതി, ഇതെല്ലാം മനസ്സിലാക്കി നമ്മുടെ കുട്ടികൾക്ക് കൊടുത്താലേ അവർക്ക് അതിനെക്കുറിച്ചുള്ള ബോധം ഉണ്ടാവും. ചിലപ്പോ നമ്മൾ ജീവിത രീതി വളരെ ബുദ്ധിമുട്ടിലായിട്ടും ഓരോന്ന് ആവശ്യപ്പെടുന്ന കുട്ടികളുണ്ട്. ആ കുട്ടിയോട് പറയണം, മോനെ ഇന്ന് അത് നീ ആവശ്യപ്പെട്ട സാധനം ഇന്ന് തരാൻ നമുക്ക് പറ്റില്ല, കഴിയില്ല. അതിന്റെ അല്ലെങ്കിൽ നമുക്ക് പണത്തിന്റെ കുറവ്, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളത്, അത് മനസ്സിലാക്കണം. അത് അറിഞ്ഞ് മുന്നോട്ട് പോകുന്ന കുട്ടി അവൻ നല്ലൊരു മകനായി അല്ലെങ്കിൽ നല്ലൊരു മകളായി നാളെ സമൂഹത്തിന് മുന്നിലെത്തും. ഉറപ്പുള്ള കേസാണ്. അല്ലാതെ നമ്മളിപ്പോ എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടും അത് തട്ടിത്തെറിപ്പിച്ചിട്ട് വീണ്ടും ഇതിലേക്ക് പോകുന്ന കുട്ടികളെ കുറിച്ച് അവൻ റെഡിയാകും.
പക്ഷെ അവന് നമുക്ക് അപ്പോഴെ അത് പിടിക്കേണ്ടത് അവനെ സ്നേഹത്തോടെ വിളിച്ച് പറഞ്ഞു മനസ്സിലാക്കി അവന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവന് അതിൻ്റെതായ ഒരു ബോധം മണ്ഡലത്തിലേക്ക് അതിനെ കൊണ്ടുവരിക. എന്നാലും മാത്രമേ നമ്മൾക്ക് ആ കുട്ടിയെ നേരെയാക്കാൻ പറ്റുകയുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ അതാണ് മോഹന വാഗ്ദാനങ്ങളിൽ പെടുന്നതാണ്. ഇപ്പൊ എല്ലാം മാം പറഞ്ഞത് എല്ലാ സാധനങ്ങളും കൊടുത്ത് അതാണ് മോഹന വാഗ്ദാനങ്ങളിൽ കൊടുക്കല്ലേ. എന്തിനത് കൊടുക്കാൻ പോകുന്നു? നമ്മൾക്ക് അവനൊരു പരിധിയുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ചെറിയ കുട്ടികളാണെങ്കിൽ ഒരു കളിപ്പാട്ടം 100 കളിപ്പാട്ടം അല്ലെങ്കിൽ 10 കളിപ്പാട്ടം കണ്ടെല്ലാം ശ്രദ്ധിക്കും അവൻ ഇല്ല. ആദ്യം ഒരു ഇഷ്ടം തോന്നും ഒരെണ്ണത്തിനോട്, അവൻ കുറച്ചു ദിവസം കളിക്കും, അത് കഴിഞ്ഞാൽ പിന്നത്തത് ആ പഴയതിനോട് അവൻ സ്നേഹിക്കില്ല. അത് കുട്ടികളുടെ മനസ്സ് അങ്ങനെയാണ്, മനസ്സിലായില്ലേ? അവർക്ക് ഒന്ന് മാറി. അപ്പൊ കുട്ടികള് ചെറുപ്പം മുതൽ ഓരോ ആദ്യം ഒരു കളിപ്പാട്ടം കൊടുത്ത് കുറച്ച് കളിഞ്ഞ് പിന്നെ അവൻ അത് ഉപയോഗിക്കില്ല, പിന്നെ അടുത്തത് കൊടുക്കും, അത് കുറച്ച് കളിക്കും, അത് ഇതായിക്കില്ല. അപ്പൊ ആ കുട്ടികളുടെ ചെറുപ്പം മുതൽ ഇങ്ങനെ മാറ്റി ആ ശീലങ്ങൾ അവന്റെ ഇതിലേക്ക് അഡിക്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവനത് ആ ഒരു ശ്രദ്ധ കൊടുക്കാത്തത്. അപ്പൊ ഇനിയെങ്കിലും അവന് അവൻ്റെതായ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും ആ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മള് പൂർണ്ണമായിട്ടും അവന്റെ അതിലേക്ക് എത്താതെ കുറച്ചു കൊണ്ടുവരാം. ചെയ്യണ്ടെന്ന് പറയും. ഒരിക്കലും ഒരു മക്കൾക്ക് പേരന്റ് ഒന്നും ചെയ്യരുത് എന്ന് നമ്മൾ പറയാൻ പറ്റില്ല. അവന്റെ ആഗ്രഹങ്ങൾക്ക് ഇഷ്ടങ്ങൾക്ക് അത് ഏതിനാണോ അവന്റെ അഭിരുചിക്ക് അനുസരമായിട്ട് നമുക്ക് നീങ്ങുക. അല്ലാതെ അവന് തൊടുന്ന എല്ലാം ആവശ്യപ്പെടുന്ന എല്ലാവരും അങ്ങനെ കഴിയുമ്പോ ഒരു കൂമ്പാരം കൂടിയില്ലേ, അവന്റെ മുന്നിൽ അവന്റെ ആവശ്യങ്ങളൊക്കെ കൂടി കിടക്കാണ്. അപ്പൊ അവനത് ശ്രദ്ധിക്കില്ല, അവനതിന്റെ ആ ഭാഗം ശ്രദ്ധിക്കാതെ അവനങ്ങ് തട്ടിപ്പോവും. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇത് മാറ്റി വെക്കുക. അവൻ ചോദിക്കുന്ന കാര്യങ്ങളൊന്നും വാങ്ങിച്ചു കൊടുക്കാതെ അവന് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചറിഞ്ഞിട്ട് അത് മാത്രം അവന് കൊടുക്കുക. നമ്മളെ ഒരുപാട് നല്ലതും ചീത്തയും ഉണ്ടാവും. പക്ഷെ അതിൽ നിന്ന് നമ്മൾ ചീത്ത മാത്രം മാറ്റിക്കളയില്ലേ. അരി ഇപ്പൊ ഉദാഹരണം പയറ്, അരി അങ്ങനെയൊക്കെയാണ്. അതിലേക്ക് ഒരു കല്ലുണ്ടാവും, നെല്ലുണ്ടാവും, കല്ലുണ്ടാവും ഇല്ലെ അരിയിലൊക്കെ. അപ്പൊ നമ്മൾ നമുക്ക് വേണ്ടത് എന്താ? നമുക്ക് അരിയാണ് വേണ്ടത്. അപ്പൊ നമ്മൾ അതിലുള്ള കല്ലും നെല്ലും ഒക്കെ മാറ്റിക്കളഞ്ഞിട്ട് നമ്മള് അരി മാത്രമേ എടുക്കുള്ളൂ. അപ്പൊ കുട്ടികളിൽ അല്ലെങ്കിൽ മകനെ വിളിച്ചിട്ട് ആ മകന്റെ മകനെ അറിയാൻ നിങ്ങൾ ശ്രമിക്കുക. ഒരിക്കലും നമ്മുടെ കുട്ടിയെ അറിയാൻ ശ്രമിക്കുന്നില്ല. അത് നമ്മളുടെ പേരൻസിന് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റാണ്. സ്നേഹം എന്നൊരു ഇത് അവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടിനെ അടുത്ത് മനസ്സിലാക്കാന്നുള്ളൊരു അവസരം കൂടിയാണത്. കുട്ടിയെ ഒന്നും മനസ്സിലാക്കിയ കുട്ടിയുടെ കുട്ടിയെ എന്നും കാണുന്ന കുട്ടികളിൽ ഒരു ദിവസം നമ്മുടെ കുട്ടിയുടെ ഭാവത്തിലോ അല്ലെ അതിന്റെ സംസാരത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പെരുമാറ്റത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് മാറ്റങ്ങൾ സംഭവിച്ചായി എന്തുകൊണ്ട് നമ്മുടെ രക്ഷകർത്താക്കൾ അത് അന്വേഷിച്ചുകൂടാ? നീ എന്ത് ഇന്നലെ നിന്റെ മുഖം നീങ്ങിയിരിക്കുന്നു? എത്ര പേര് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ? സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തു നിന്നോ കയറി വന്ന കുട്ടിയോട് വീട്ടിൽ നിന്ന് ചിരിച്ചു കളിച്ചു പോയ കുട്ടിയാണോ തിരിച്ചു വരുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ശ്രദ്ധിച്ചുകൂടാ? ശ്രദ്ധിക്കണം. പാരന്റായ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം അതാണ്. നമ്മുടെ കുട്ടികൾ നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്നത് പോലെയാണോ തിരിച്ചു വരുന്നത്? എന്തു പറ്റി? എന്താണ്? ഒന്നും ഉണ്ടാകില്ല. എന്നാലും നമുക്ക് ചോദിക്കാം, നിന്റെ മുഖത്തൊരു വാട്ടം അല്ലേ? അപ്പൊ അതൊക്കെ നമ്മുടെ ഒരു കടമയാണ്, പാരന്റിന്റെ കടമയാണ്. പലപ്പോഴും ഈ ഒരു കടമകൾ എടുക്കാൻ പറ്റാത്ത പാരന്റ് ഉണ്ട്. അവൻ സ്കൂളിൽ പോകുന്നു, അല്ലെങ്കിൽ അവന്റെ പുറത്തേക്ക് പോകുന്നു, അവൻ തിരിച്ചു വരുന്നു. പക്ഷെ അവന്റെ ഉള്ളിൽ അവിടെ എന്തൊക്കെയാണ് നടന്നത്, എന്തൊക്കെയാണ് അതൊന്ന് ഡയറി ആയിട്ട് നമ്മുടെ എത്ര രക്ഷകർത്താമാർ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ നല്ലൊരു നാളെ സമൂഹത്തിലേക്ക് നല്ലൊരു കുട്ടികളെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും. ഒരിക്കലും ഒരു രക്ഷകർത്താവ് അങ്ങനെ ഒരു ചുമതല ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് എന്റെ അഭിപ്രായത്തിൽ. കുട്ടി സ്കൂളിൽ നിന്ന് വരുന്നു, അവൻ അങ്ങനെ ഷർട്ട് മാറ്റിയിടുന്നു, ചായ എല്ലാം കുടിച്ചാ കുടിച്ച്, ഇല്ല അവൻ പോകുന്നു, പുറത്തേക്ക് പോകുന്നു. അവനൊരു സമയം തിരിച്ചു വരുന്നു, ബുക്ക് എടുക്കുന്നു. മോനെ മകളെ, അല്ലെങ്കിൽ പെൺകുട്ടികളെ സംബന്ധിച്ച് അത്രക്കും ഇതല്ല, നമ്മൾ ബോയ്സിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നമുക്കത് ചോദിച്ചൂടാ? അത് പെൺകുട്ടികളായാലും നമുക്കത് ചോദിക്കാം. അവരുടെ ഡെയിലി ലൈഫിൽ എന്തായ കാര്യങ്ങൾ നമ്മളൊരു ചങ്ങാതിയായി, നമ്മൾ പേരന്റിന്റെ പകരം നമ്മൾ ചങ്ങാതിയാകാൻ ശ്രമിക്കും. അവരുടെ ഒരു ചങ്ങാതിയായി ശ്രമിച്ചാൽ നമ്മുടെ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവരുടെ ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ കഴിഞ്ഞ ഓരോ കാര്യങ്ങളും അവരിൽ നിന്ന് നമുക്ക് കിട്ടാതിരിക്കില്ല. 100% അനുഭവക്കുറിപ്പുകളാണ് ഇതൊക്കെ. നമ്മുടെ കുട്ടികളെ എത്രത്തോളം നമ്മൾ സ്നേഹം അങ്ങോട്ട് കൊടുക്കാൻ സാധിക്കുന്നുവോ അത്രത്തോളം സ്നേഹം അവർ ഇങ്ങോട്ട് തരും. അവരുടെ ഉള്ളിൽ എത്രത്തോളമാണോ എന്താണോ ഒളിച്ചു വെച്ചിരിക്കുന്നത് അതെല്ലാം നമ്മളോട് തുറന്നു പറയും. ഇനി ഓരോന്ന് പരീക്ഷിച്ചു നോക്കൂ.
നമ്മുടെ കുട്ടികളിൽ നമ്മൾക്ക് എത്രത്തോളം സ്നേഹത്തോടെ, ഇപ്പൊ നമ്മ പെട്ടെന്ന് തന്നെ ഓടിപ്പോ സ്നേഹിക്കാനും പറ്റില്ല, അവർക്ക് മനസ്സിലാവും എന്തോ ടൈപ്പ് ഉണ്ടെന്നുള്ളത്. അങ്ങനെയല്ല, പതുക്കെ പതുക്കെ, പതിയെ പതിയെ, എല്ലാം പതിയെ പതിയെ, പുതിയതായിട്ട് ചെയ്യുന്നൊരു പതിയെ പതിയെ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒരു പോയില്ല വണ്ടി ഉണക്കാൻ പറ്റും അതൊക്കെ പറയുള്ളൂ. അപ്പൊ നമ്മള് നമ്മുടെ കുട്ടികളോട് അടുത്തിരുന്ന് അവരെ മനസ്സിലാക്കുക, അവരുടെ ഓരോ മൂവ്മെന്റും അല്ലെ സ്നേഹത്തോടെ. അപ്പൊ നമ്മുടെ ചങ്ങാതി, ഏറ്റവും ഫസ്റ്റ് നമ്മ അവരുടെ ചങ്ങാതിയാകും. ചങ്ങാതിയായി തന്നെ അവര് നമ്മുടെ എല്ലാവരും പറയും. അവിടെ തന്നെയാണ് ഏറ്റവും വലിയ വിജയം നമ്മുടെ. അതിലൊക്കെയാണ് സ്നേഹം. സ്നേഹത്തോടെ തന്നെ നമ്മളെല്ലാം ഈ കൂട്ടുകാരായി വരുമ്പോ എത്രയോ സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അമ്മയും അച്ഛനാണോ എന്ന് ചിലപ്പോ ചോദിച്ചു പോകും. ഇതാരാണ്, അമ്മയും അച്ഛനാണോ? അതെന്താണ്? മക്കളോടുള്ള സ്നേഹത്തിന്റെ ആഴം അല്ലെ. മക്കളോടുള്ള സ്നേഹത്തിന്റെ ആഴം അവരൊരു ചങ്ങാതിയുടെ രൂപത്തിൽ അവിടെ രൂപപ്പെട്ട്. അപ്പൊ പിന്നെ അവരങ്ങനെ, അപ്പൊ അവരുടെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല. അവരിന്ന് നടക്കുന്നത് എന്തു കാര്യമാണോ, നാളെ എന്താണോ ചെയ്യാൻ പോകുന്നത്, അത് ടൈം ടേബിൾ ആയി, അല്ലെങ്കിൽ അതിന്റെ അത് അവര് കുറിച്ചു വെച്ചു. കുറിക്കുന്നിടത്ത് നമ്മളെടുത്ത്, പാരന്റ്സായ നമ്മളെടുത്ത് കുറിച്ചു വെച്ചു. അച്ഛൻ്റെ അടുത്താണോ അമ്മ അടുത്താണോ കുറിച്ചു വെച്ചു. അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ മക്കളോട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ലൊരു മകളെയും നല്ലൊരു മകന്റെയും കൂടെ നമ്മൾക്കൊരു ചങ്ങാതിയായി കഴിയാനായിട്ട് പറ്റും. അവന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ തുറന്നു പറയും. അപ്പൊ നല്ലൊരു കുട്ടീനെ നമുക്ക് നാളത്തേക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ അതൊന്ന് ശ്രമിച്ചാൽ വളരെ ഉപകാരം. അവൻ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കുന്നതിന് പകരം നമ്മൾക്കൊരു നിയന്ത്രണം കൊടുക്കണം. എന്തിന്? അവൻ ആവശ്യമുള്ള സാധനങ്ങൾ, അനാവശ്യമായ സാധനങ്ങൾ ആവശ്യപ്പെട്ടാൽ അതെന്തിന്, ഏതിന്, അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളെ കുറിച്ച് നമുക്ക് അവനെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ബാധ്യത നമ്മളിലുണ്ട്. അത് പറ്റില്ല, അത് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട, എന്ത്, അപ്പൊ അതിന്റെ കാരണങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ പേരന്റായ നമ്മളിൽ ഉള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് അവരെ നല്ല രീതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ നമ്മുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടാവും, എങ്ങും അവര് പോവില്ല. ഓക്കെ മാഡം, ഏകദേശം എന്തെല്ലാം ക്യാച്ച് ചെയ്തോ? യെസ് മാം, തീർച്ചയായിട്ടും മനസ്സിലായി. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. വളരെ പ്രിപ്പയർഡ് ആയിട്ട് ഇത്രയും നല്ല ക്ലാസ് എടുത്തതിന് വളരെ നന്ദി. താങ്ക് യു മാം. താങ്ക് യു മാം. ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ ഡൗട്ട്സോ ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. ഹലോ ഹലോ സൈന മാം, നമുക്കപ്പോ വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു എവരിബഡി. താങ്ക് യു മാം. താങ്ക് യു ഫൈസൽ സർ. താങ്ക് യു മാം, ഇത്ര നല്ലൊരു ക്ലാസ് പ്രസന്റ് ചെയ്തതിന് താങ്ക്സ് അലോട്ട്. നമ്മളെ വെബിനാറിൽ പങ്കെടുത്ത എല്ലാ പാർട്ടിസിപ്പേറ്റിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ വിഷയം നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്ത സൈന മാമിനും കൂടി ഒരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു.